പരിസ്ഥിതിയും സർഗാത്മകതയും സെമിനാർ. പരിസ്ഥിതിയും സർഗാത്മകതയും എന്ന വിഷയത്തിലുള്ള സെമിനാർ ആരംഭിക്കുകയാണ്. വിദ്യാലയങ്ങളുടെ സമഗ്ര വികസനത്തിന് ജനകീയ മുഖം നൽകിയ കേരളത്തിൻ്റെ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് പ്രൊഫസർ സി രവീന്ദ്രനാഥ്. പരിസ്ഥിതിയെ മറക്കാത്ത സുസ്ഥിര വികസനത്തിന് അടിത്തറയൊരുക്കുന്ന സി രവീന്ദ്രനാഥിനെ അധ്യക്ഷ പ്രഭാഷണത്തിനായി സാദരം ക്ഷണിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. പരിസ്ഥിതിയും സർഗാത്മകതയും. ഈ വിഷയം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സമഗ്രമായിട്ടുള്ള ഒരു ചർച്ചയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ആവശ്യം. ആമുഖം എന്ന രീതിയിൽ 1-2 വാചകങ്ങൾ മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. പ്രഗത്ഭരായ 3 പേർ ഈ വിഷയത്തിൽ കൂടുതൽ സംസാരിക്കും. നമുക്കറിയാം, പരിസ്ഥിതി എന്നത് മനുഷ്യൻ എന്നും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമസ്യയാണ്. പരിസ്ഥിതിയിലേക്കുള്ള അന്വേഷണം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മതയിലേക്കുള്ള അന്വേഷണമാണ്. പരിസ്ഥിതിയുടെ സൂക്ഷ്മതയിലേക്ക് എത്തിച്ചേർന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത് സന്തുലനം എന്ന ആശയം ആണ്. ഇംഗ്ലീഷിൽ അതിന് ഈക്വിലിബ്രിയം എന്ന് പറയും. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ പ്രകൃതി നിലനിൽക്കുന്നത് സന്തുലനത്തിലൂടെയാണ്. സന്തുലനം നേടിയെടുക്കുന്നത് പ്രകൃതിയിലുള്ള വൈവിധ്യങ്ങളിലൂടെയാണ്. അത് ജൈവ വൈവിധ്യമാകാം, അജൈവ വൈവിധ്യമാകാം, സാംസ്കാരിക വൈവിധ്യമാകാം. വൈവിധ്യത്തെ ആസ്പദമാക്കിയിട്ടാണ് സന്തുലനം ഉയർന്നു വരുന്നത്. ആ സന്തുലനം നിലനിർത്തിക്കൊണ്ടാണ് പ്രകൃതി മുന്നോട്ട് പോകുന്നത്. ഭൂമിയെ സംബന്ധിച്ച് അതിൽ സുപ്രധാനമായ പങ്ക് വഹിക്കുന്നത് ജൈവ വൈവിധ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജൈവ വൈവിധ്യത്തെ ആസ്പദമാക്കിയിട്ടുള്ള വൈവിധ്യമായ സർഗപ്രക്രിയകളും ഉണ്ടാകും. അതുകൊണ്ട് ഓരോ ജീവിയുടെയും സർഗവാസന യഥാർത്ഥത്തിൽ ആ ജീവി ജീവിച്ചു വരുന്ന പ്രദേശത്തെ സന്തുലനത്തെ ആസ്പദമാക്കിയിട്ടായിരിക്കും. സന്തുലിതമായ ഒരു പശ്ചാത്തലത്തിൽ, ഒരു അന്തരീക്ഷത്തിൽ, ഒരു ഭൂമികയിൽ വളരെ പ്രധാനപ്പെട്ട സർഗാത്മക ചിന്ത ഉണ്ടാകും എന്ന് ചരിത്രം തെളിയിച്ചിട്ടുണ്ട്. മാക്സിം ഗോർക്കി നാസി അക്രമങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി പല പല പ്രദേശങ്ങളിലും ചേക്കേറിയിട്ടുണ്ട്. പലതരത്തിലും നാസിപ്പട ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രകൃതിയുടെ സൗന്ദര്യമുള്ള പ്രദേശങ്ങൾ അന്വേഷിച്ചാണ് അദ്ദേഹം പോയത്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, കാപ്രി എന്ന് പറയുന്ന ഒരു ദ്വീപ്, അവിടെ ഈ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി താമസിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സർഗാത്മകതയ്ക്ക് കൂടുതൽ വികാസമുണ്ടായി എന്ന്. അത്രയും സുന്ദരമാണത്രേ കാപ്രി. കാപ്രിയുടെ സൗന്ദര്യം കണ്ട് ഉന്മത്തനായി എന്ന് മാക്സിം ഗോർക്കി പറഞ്ഞിട്ടുണ്ട്. അത് സന്തുലനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിഫലനമോ പ്രതിബിംബമോ ആണ്. ആ പ്രദേശത്തിൻ്റെ ഭംഗി തന്നെ ഉന്മത്തനാക്കുന്നു എന്ന് പറയുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ഭംഗി എത്ര കണ്ടുണ്ടായിരിക്കുമെന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. കാപ്രിയുടെ ഭംഗി മാക്സിം ഗോർക്കിയുടെ സർഗാത്മകതയെ വികസിപ്പിച്ചിട്ടുണ്ട്, പരിപോഷിപ്പിച്ചിട്ടുണ്ട്, പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്ന് ഗോർക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രകൃതിയുടെ ഓരോ സ്പന്ദനങ്ങളും മനുഷ്യൻ്റെ സർഗാത്മകതയിൽ ഉണ്ടാക്കുന്ന ചലനങ്ങൾ നമുക്ക് കവിതകളായിട്ടും കഥകളായിട്ടും ചിത്രങ്ങളായിട്ടും താളമായിട്ടും സംഗീതമായിട്ടും ഒക്കെ ലഭിക്കുകയാണ്. അത്തരത്തിലുള്ള കാപ്രി ദ്വീപിൽ മാക്സിം ഗോർക്കി തൻ്റെ സർഗാത്മക ഭാവങ്ങളെ ഉണർത്താനും വിടർത്താനും ശ്രമിച്ചപ്പോൾ അവിടെ ഒരു ദുരന്തമുണ്ടായി. പരിസ്ഥിതിക്ക് വേദന. അതവിടെ ഒരു തുരങ്കത്തിന് നിർമ്മാണം ആരംഭിച്ചപ്പോഴാണ് അവിടെ സർഗാത്മകതയ്ക്ക് മറ്റൊരു തരത്തിലുള്ള ഭാവമുണ്ടായി. പ്രകൃതിയുടെ വേദനയും ആ സർഗാത്മകത തിരിച്ചറിഞ്ഞു.
അങ്ങനെയാണ് തുരങ്കം എന്ന സുപ്രധാനമായ കഥ ഗോർക്കി എഴുതുന്നത്. പൂവ് ഉണർന്നു നിൽക്കുന്നത്, പൂ വിടരുന്നത്, മുട്ടായി നിൽക്കുന്നത്, അത് വളർന്നു വരുന്നത്, അത് വിടരുന്നത്, അത് സുഗന്ധം പരത്തുന്നത്, ഇതിനെക്കുറിച്ചെല്ലാം സർഗാത്മകമായിട്ടുള്ള പല ഭാവങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്, കഥകളായും കവിതകളായും നാടകങ്ങളായും ഒക്കെ. പക്ഷേ മഹാകവി പൂ വീഴുമ്പോഴത്തെ വേദനയെയാണ് കണ്ടത്. ആ സർഗാത്മകത, പ്രകൃതിയുടെ ഈ വേദനയെ ഒപ്പിയെടുത്തിട്ടാണ് ഒരു മഹാകാവ്യം നമുക്ക് തന്നിട്ടുള്ളത്. താളമായാലും രാഗമായാലും ഈ സന്തുലനത്തിൻ്റെ വിവിധ ഭാവങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത്. കലാകാരൻ പ്രകൃതിയുടെ വിവിധ ഭാവങ്ങളെ തൻ്റെ പലതരത്തിലുള്ള, ചിലർ കണ്ഠത്തിലൂടെ, ചിലർ കയ്യിലൂടെ, ചിലർ കണ്ണിലൂടെ ആ ഭാവങ്ങൾ നമുക്ക് പകർന്നു തന്ന് പ്രകൃതിയുടെ പലതരത്തിലുള്ള സ്പന്ദനങ്ങൾക്കൊപ്പം നമ്മുടെ മനസ്സിനെയും ചലിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോഴാണ് കലാകാരൻ മനസ്സിൽ എപ്പോഴും നിറഞ്ഞ് നിൽക്കുന്നത്. പ്രകൃതിയുടെ സ്പന്ദനങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് എത്തിച്ച് മനസ്സിനെ താളാത്മകമാക്കുന്നവനാണ് കലാകാരന്മാർ. അതുകൊണ്ട് സർഗശേഷിയും സർഗ പ്രക്രിയയും എല്ലാം പ്രകൃതിയുടെ ഏറ്റവും സൂക്ഷ്മാവസ്ഥയിലുള്ള സന്തുലനവുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് എന്ന് നമുക്കെല്ലാം തിരിച്ചറിയാൻ പറ്റും. അത്തരത്തിൽ ഈ ബന്ധം കൂടുതൽ കൂടുതൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി പ്രകൃതിയിലേക്കുള്ള അന്വേഷണം കൂടുതൽ കൂടുതൽ ശക്തമാക്കണം. അതെത്ര കണ്ട് തീക്ഷ്ണമാകുന്നു, എത്ര കണ്ട് ഗംഭീരമാകുന്നുവോ, വലുതാകുന്നുവോ, വളർന്നു വരുന്നുവോ, അത്ര കണ്ട് സർഗാത്മകതയിലും മാറ്റമുണ്ടാകും. അതിനെ വേദനിക്കുമ്പോൾ ആ സന്തുലനം തകരുവാനുള്ള, അല്ലെങ്കിൽ തകർക്കാൻ സാധിക്കില്ല, അത് മറ്റൊരു ശാസ്ത്രമാണ്. എങ്കിലും അതിനെ വേദനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതും സർഗാത്മകതയിൽ മാറ്റമുണ്ടാക്കും. അതുകൊണ്ട് ഈ വിഷയം വളരെ ആഴത്തിൽ, വളരെ വിശദമായി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ ഉത്സവത്തിൽ, ഈ സാഹിത്യോത്സവത്തിൽ വിഷയം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട 3 പേരാണ് ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് വരുന്നത്. ശ്രീ രാമചന്ദ്രനെ ആദ്യമായി ഈ വിഷയം അവതരിപ്പിക്കുവാൻ ക്ഷണിക്കുന്നു. നമസ്കാരം. മാഷ് വിഷയം അവതരിപ്പിച്ചു കഴിഞ്ഞു. ഞാനതിനെ തുടർന്ന് സംസാരിക്കുന്നേ ഉള്ളൂ. പരിസ്ഥിതിയും സർഗാത്മകതയും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് ഗോർക്കിയുടെ ഒരനുഭവവും ആയിട്ട് ബന്ധപ്പെടുന്നുകൊണ്ട് മാഷ് അവതരിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത് സത്യത്തിൽ പരിസ്ഥിതി എന്ന് പറയുന്നത് പ്രകൃതി മാത്രമല്ല. എന്നുവെച്ചാൽ ഒരു ഭൂവിഭാഗം കണ്ടിട്ടോ എന്തൊരു മനോഹരമായ പ്രകൃതി എന്നിങ്ങനെ പറയാറുണ്ട്. ഈ പ്രകൃതി കണ്ടു കഴിഞ്ഞാൽ കവിത എഴുതാൻ തോന്നും എന്നൊക്കെ ആൾക്കാർ പറയും. അപ്പം അങ്ങനെ സൗന്ദര്യമുള്ള പ്രകൃതി, ഭൂപ്രകൃതി മാത്രമല്ല പരിസ്ഥിതി എന്ന് നമുക്കൊക്കെ അറിയാം. ഇത് ഒരു ആവാസ വ്യവസ്ഥയെ കൂടി ഉൾക്കൊള്ളുന്ന നമ്മുടെ അന്തരീക്ഷം മൊത്തത്തിലാണ്, ഒരു സമഗ്രമായിട്ട് എടുക്കുമ്പോഴാണ് അതൊരു പരിസ്ഥിതി എന്ന് നമുക്ക് പറയാവുന്നത്. അങ്ങനെ ഒരു വിവേകം ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിലെ ഒരു കാര്യം. പാരിസ്ഥിതികമായ ഒരു വിവേകം എന്ന് പറയും. അതാണ് നമ്മുടെ സർഗാത്മകതയെ പ്രചോദിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ കേവലം ഭംഗി മാത്രമല്ല, പരിസ്ഥിതിക്ക് ഏൽക്കുന്ന ഭംഗികൾ പോലെ തന്നെ കലാകാരന്മാരെ, എഴുത്തുകാരെ ഒക്കെ പ്രകോപിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നതാണ്. സംഗീതത്തിൽ പോലും ഉണ്ട്. ചില രാഗങ്ങൾ ചില അവസ്ഥയിൽ മാത്രമേ ശോഭിക്കുകയുള്ളൂ എന്ന് പറയാറുണ്ട്. അത് വാക്കുകൾക്കും വർണ്ണങ്ങൾക്കും നൃത്തങ്ങൾക്കും ഒക്കെ ബാധകമാണ്. അങ്ങനെ ഒരു പരിസ്ഥിതിയെക്കുറിച്ച് കുറച്ചുകൂടി എന്താ പറയുക, ഒരു സമഗ്രമായ ഒരു ആലോചനയാണ് വേണ്ടത് എന്നാണ് തോന്നുന്നത്. അതിൽ തന്നെ അതിനെ ശാസ്ത്രദൃഷ്ടിയെ സമീപിക്കാം, വികസനത്തിൻ്റെ കാഴ്ചപ്പാട് വെച്ച് സമീപിക്കാം, അങ്ങനെ പല രീതിയിലും സമീപിക്കാം. ഞാൻ സാഹിത്യവുമായി ബന്ധപ്പെട്ട എൻ്റെ അനുഭവങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള ചില കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. അതും സാഹിത്യത്തിലെ എല്ലാ ശാഖകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്ക് പറയാൻ പരിമിതിയുണ്ട്. എൻ്റെ അനുഭവം എന്ന് പറയുന്നത്, ഞാൻ കവിതയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കവിത എഴുതുകയും അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് മലയാളത്തിലെ ഈ ഒരു അനുഭവത്തെ, കവിതയുമായി ബന്ധപ്പെട്ട ഒരു പാരിസ്ഥിതിക വിവേകത്തെക്കുറിച്ചും പാരിസ്ഥിതിക ഉത്കണ്ഠയെക്കുറിച്ചുമാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്.
ഞാൻ എൻ്റെ കവിതകൾ വരുന്നത് 90കളുടെ തുടക്കം മുതൽ ഞാൻ എഴുതുന്ന കവിതകളിൽ പലപ്പോഴും ഈ പാരിസ്ഥിതികമായ ഉത്കണ്ഠകളുണ്ട് എന്ന് ആ, പല നിരൂപകരും അല്ലെങ്കിൽ എഴുത്തുകാരും പറയാറുണ്ട്. മാമ്പഴക്കാലം, അല്ലെങ്കിൽ കാറ്റേ കടലേ, അല്ലെങ്കിൽ ലളിതം, പട്ടാമ്പിപ്പുഴ മണലിൽ, ഇങ്ങനെ കുറേ കവിതകൾ ഞാൻ എഴുതിയിരുന്നു. അപ്പോൾ ഇതൊക്കെ 90കളിലാണ് ഞാൻ എഴുതുന്നത്. 90കൾ പൊതുവേ വലിയ മാറ്റങ്ങളുടെ ഒരു കാലഘട്ടമായിരുന്നു. കേരളത്തിൽ മാത്രമല്ല, ദേശീയ തലത്തിലും സാർവദേശീയ തലത്തിലുമൊക്കെ പുതിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ വരുന്നു. അതിനനുസരിച്ച് വികസനത്തെക്കുറിച്ച് മുമ്പില്ലാത്ത ഒരു മാറ്റം വന്നു. ഗ്ലോബൽ ആയിട്ടുള്ള ഒരു സങ്കല്പങ്ങളൊക്കെ വന്നു. വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പ്രാദേശികമായ വികസനങ്ങളെ ഗ്ലോബൽ വികസനങ്ങളാക്കി മാറ്റുന്നു. അങ്ങനെ ഇത് പാരിസ്ഥിതികമായ ആഘാതങ്ങൾ സൃഷ്ടിക്കാൻ ആരംഭിച്ചു. വലിയ തോതിൽ എന്താ പറയുക, മാറ്റങ്ങൾ വരുന്നു. വലിയ വിമാനത്താവളങ്ങൾ, വലിയ തുറമുഖങ്ങൾ, എല്ലാത്തിനെയും വലുതായി സങ്കല്പിക്കുന്ന ഒരു കാലം വന്നു. അത് നമ്മുടെ പ്രകൃതിക്കും പരിസ്ഥിതിക്കുമൊക്കെ മുറിവുകൾ ഏൽപ്പിക്കാൻ തുടങ്ങുമ്പോഴാണ് ഞങ്ങളുടെ ഒരു ജനറേഷൻ കവിതകളുമായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ മാത്രമല്ല, പുഴുവും പുഴയും പൂവുമൊക്കെ നമുക്ക് വിഷയമായി വരുന്ന, കവിതയ്ക്ക് വിഷയമായി വരുന്ന ഒരു കാലഘട്ടമാണ് അന്നുണ്ടായിരുന്നത്. അതായത് ഈ പുത്തൻ സാമ്പത്തിക പരിഷ്കാരത്തെ തുടർന്നുള്ള എന്താ പറയുക, ഈ രക്തമൂറ്റി കുടിക്കും പോലുള്ള വികസന രീതികൾ അവലംബിക്കാൻ ആരംഭിച്ചതോടുകൂടിയാണ് ഇത്തരം ഒരു കൺസേൺ വന്നത്. പക്ഷേ ഇത് 90കളിൽ ഞങ്ങളുടെ ചില കവിതകളിലൊക്കെ അങ്ങനെ വന്നെങ്കിൽ പോലും ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നത് മലയാള കവിതയിലെ പാരിസ്ഥിതിക ഉത്കണ്ഠ പ്രകടിപ്പിച്ചിട്ടുള്ള ഏറ്റവും വലിയ കവി ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് എന്ന് പറയാം. 1953 ഇടശ്ശേരിയുടെ കുറ്റിപ്പുറം പാലം എന്ന കവിത വരുന്നത്. ആ കവിത അതുവരെ ഇല്ലാത്ത തരത്തിൽ നമ്മുടെ പ്രകൃതിയെ നോക്കിക്കണ്ട ഒരു കവിതയാണ്. ഇടശ്ശേരി പാലത്തിൻ്റെ മുകളിൽ ഇപ്പോൾ രണ്ടാമത്തെ കുറ്റിപ്പുറം പാലം അതിൻ്റെ തൊട്ടടുത്തായി പണിതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു കവിതയും അതിനെക്കുറിച്ച് ആരും എഴുതുന്നില്ല. പക്ഷേ 1953 ഈ ഇടശ്ശേരി ഈ പാലത്തിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ദൂരേക്ക് നോക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ആ കവിത അവസാനിക്കുന്നത്, അമ്പ പേരാറേ നീ മാറിപ്പോമോ ആകുലയാം ഒരഴുക്കുചാലായി എന്ന ഒരു ദീർഘദർശനം ഇടശ്ശേരിയുടെ കവിതയിലുണ്ട്. ഇടശ്ശേരി പാലത്തിൻ്റെ മുകളിൽ കയറുന്നു. ഈ മുകളിൽ കയറി നിന്ന് നോക്കുമ്പോഴാണ് പ്രകൃതിയെക്കുറിച്ചുള്ള ഒരു സമഗ്രമായ വീക്ഷണം ഉണ്ടാകുന്നത്. ഇപ്പം നളിനിയിലെ ദിവാകരയോഗി ധ്യാനശീലൻ അവൻ അങ്ങ് അധിത്യകാസ്ഥാനമാർന്നു തടശോഭ നോക്കിനാൻ എന്ന് ഒരു വരിയുണ്ട്. അപ്പോൾ അതുപോലെ ഉയർന്ന ഇതിൽ നിന്ന് ഇപ്പോൾ ബഷീറിൻ്റെ ബാല്യകാല സഖിയിലെ മജീദ് ഈ ഒന്നും ഇമ്മിണി വലിയ ഒന്നാണ് എന്ന് പറഞ്ഞപ്പോൾ മാഷ് ചോദിച്ചു, രണ്ടല്ലേ, നിനക്ക് എങ്ങനെയാ അത്, ഒന്നും രണ്ടല്ലേ, എങ്ങനെ ഇമ്മിണി വലിയ ഒന്ന്? അപ്പം മജീദ് പറയുന്നത്, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അതെങ്ങനെ കണ്ടു നീ? ഞാൻ വലിയ ഒരു പുളിമരത്തിൻ്റെ കൊമ്പത്തിരുന്ന് നോക്കുമ്പോൾ 2 അരുവികൾ ചേർന്നിട്ട് വലിയ ഒരു നദിയായി പോകുന്നു. അപ്പോൾ അവൻ്റെ കണ്ണുകൊണ്ട് കൊണ്ട ഒരു യാഥാർത്ഥ്യമാണ് ഒന്നും ഇമ്മിണി വലിയ ഒന്ന് എന്ന ഉത്തരം. മാഷക്ക് അത് കാണാൻ കഴിയില്ല, മാഷ് താഴെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ അധിത്യകാസ്ഥാനമാർന്ന് നോക്കുമ്പോൾ മാത്രമാണ് സമഗ്രമായ ഒരു ചിത്രം കിട്ടുന്നത്. ഇടശ്ശേരി ഗോവിന്ദൻ നായർക്ക് കിട്ടിയത് പാലത്തിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ടുള്ള ഒരു സമഗ്ര അവബോധമാണ്. അങ്ങനെയാണ് ഈ അമ്പ പേരാറ്. അപ്പോൾ ഇത് എത്ര ഗംഭീരമായൊരു പ്രവചനമാണത് അന്ന് ചെയ്തത്. അത് പിൽക്കാലത്ത് നമ്മുടെ ഭാരതപ്പുഴ ഏത് അവസ്ഥയിലേക്ക് എത്തിച്ചു. അപ്പോൾ ഇങ്ങനെ കുറേ കൺസേൺസ് ഉണ്ട്. ഇത് മലയാള കവിതയിൽ ആദ്യത്തെ ഒരു കൺസേൺ എന്ന് പറയാവുന്നത് ഇടശ്ശേരിയുടെ ഈ കുറ്റിപ്പുറം പാലം എന്നുള്ളതാണ്. അപ്പോൾ വികസന ജൃംഭിത യന്ത്രക്കിടാവെറിയും പമ്പരം പോലെ അന്തിമഹാകാളൻ കുന്ന് അവിടെ അടുത്തുള്ള, അത് അവനൂരടുത്തുള്ളൊരു കുന്നാണ്, ഈ ഭാരതപ്പുഴയുടെ തീരത്തുള്ള കുന്നാണ്. ആ കുന്നിനെക്കുറിച്ച് പറയുന്നത് ജൃംഭിത യന്ത്രക്കിടാവെറിയും പമ്പരം പോലെ കറങ്ങി നിൽക്കുമെന്ന് ഈ കുന്നിനെ വർണ്ണിക്കുന്നുണ്ട് ഭാവിയിൽ. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള കുന്നും പ്രകൃതിയും ഒക്കെയുള്ള അതിനെക്കുറിച്ചുള്ള കൺസേൺ ഇടശ്ശേരി മാത്രമല്ല മലയാളത്തിലെ എല്ലാ കവികളും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ പാരിസ്ഥിതിക വിവേകം മറ്റാർക്കും ഉണ്ടാകുന്നതിന് മുമ്പ് എഴുത്തുകാരും കവികളുമാണ് ഉയർത്തിയിട്ടുള്ളത് എന്നും നമുക്ക് കാണാൻ കഴിയും.
ഈ സമീപകാലത്ത് ചില വികസനത്തെക്കുറിച്ചുള്ള വിവാദങ്ങളിലൊക്കെ തന്നെ വന്നിട്ടുള്ളത് നമ്മുടെ കവിതകളാണ്. സുഗതകുമാരി ടീച്ചറെ ആക്ഷേപിക്കുക വരെ ഉണ്ടായിട്ടുണ്ട്. വികസനത്തെ സങ്കല്പത്തിൽ ടീച്ചർ പാരിസ്ഥിതികമായ വിവേകം ഉയർത്തിപ്പിടിക്കണമെന്ന് പറഞ്ഞ സമയത്ത് വളരെ എന്താ പറയുക, മോശപ്പെട്ട രീതിയിൽ തന്നെ വിമർശനങ്ങൾ കവികൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മുൻകൂട്ടി കണ്ട ഒരാളാണ് ഇടശ്ശേരി എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഞാനൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് എൻ്റെ ഒരു കവിതയുമായി ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണ്. ഞാൻ കാറ്റേ കടലേ എന്ന ഒരു കവിത എഴുതിയിട്ടുണ്ടായി. കുട്ടികൾക്കൊക്കെ പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു അത്. അപ്പം അതിൽ ആ കവിത തുടങ്ങുന്നത് ഉമ്മറത്തിരിക്കുന്ന കിണ്ടി, രാത്രിയിൽ ഉമ്മറത്ത് വെച്ച കിണ്ടി പുലർച്ചയ്ക്ക് കാണാതായതുപോലെ, കളവ് പോയതുപോലെ ഒരു കുന്ന് അപ്രത്യക്ഷമായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കവിത ആരംഭിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ വഴി നടന്നു വരുന്ന ആൾക്കാർക്ക് കാല് കഴുകാനുള്ള വെള്ളം നമ്മൾ കിണ്ടിയിൽ ഉമ്മറത്ത് വയ്ക്കാറുണ്ട്. അത് കളവ് പോയതുപോലെ ഒരു കുന്ന് അപ്രത്യക്ഷമായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കവിത തുടങ്ങുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് എനിക്ക് ഒരുപാട് നല്ല അഭിപ്രായങ്ങളും ആ കവിതയ്ക്ക് കിട്ടിയിട്ടുണ്ട്, ചില വിമർശനങ്ങളും കിട്ടിയിട്ടുണ്ട്. അതിലൊരു വിമർശനം എന്ന് പറയുന്നത്, ഈ കിണ്ടിയൊക്കെ ഉമ്മറത്ത് വയ്ക്കുന്നത് ഒരു കിണ്ടി ഒരു സവർണ ഇമേജാണ്. അപ്പോൾ അത് സമ്പന്നവും സവർണവുമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ്, കിണ്ടി കളവ് പോകുന്നത് പോലെ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചില വിമർശനങ്ങൾ വന്നു. പക്ഷേ ഒരു യോഗത്തിൽ ഒരു സഹൃദയൻ അതിനെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ, കിണ്ടി എന്ന് പറയുന്നത് പ്രകൃതിയിലെ കുന്നുകൾ പോലെ തന്നെയാണ്. കുന്നുകളും വയലുകളും. ഇപ്പം ഞാൻ താമസിക്കുന്നത് മലപ്പുറം ജില്ലയിലെ എടപ്പാളിനടുത്തുള്ള വട്ടംകുളം എന്ന് പറയുന്നൊരു പഞ്ചായത്തിലാണ്. ഈ വട്ടംകുളം പഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് കുന്നുകളും കുറേ താഴ്വരകളുമുണ്ട്. ഈ താഴ്വരകളിലൊക്കെ വയലാണ്, നെൽകൃഷിയുണ്ട്, പിന്നെ കുന്നുകളുണ്ട്. അപ്പോൾ ആ കുന്നുകളുടെ പേരൊക്കെ ഞാൻ ആ കവിതയിൽ പറയുന്നുണ്ട്. പന്തലംകുന്ന്, പൂത്രക്കുന്ന്, പുളിയാറക്കുന്ന്, പറക്കുന്ന് എന്നൊക്കെ പറഞ്ഞ് കുറേ കുന്നുകളുടെ ലിസ്റ്റ് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ റോഡ് പണിക്ക് വേണ്ടിയിട്ട് ഈ കുന്നുകളെല്ലാം ഇടിച്ച് ലോറിയിൽ കയറി പോകുന്നതാണ് ആ കവിതയിലെ പ്രമേയം. അപ്പോൾ ഇയാൾ പറഞ്ഞത് എന്താ വെച്ചാൽ, ഈ കുന്നുകൾ ചെയ്യുന്നൊരു ധർമ്മം, വർഷകാലത്ത് മഴ പെയ്താൽ വയലിൽ വെള്ളം ഉണ്ടാവും. ഈ വെള്ളത്തെ മുഴുവൻ ഈ കുന്നുകൾ മുകളിലേക്ക് വലിച്ചെടുക്കും. എന്തോ ഒരു ആക്ഷൻ, കാപ്പിലറി ആക്ഷൻ എന്തോ അല്ലേ, വെള്ളം അതിൻ്റെ സുഷിരങ്ങളിലേക്ക് വലിച്ചെടുക്കും. ഇപ്പോൾ നമ്മൾ വിളക്കിലൊരു തിരി ഇട്ട് കഴിഞ്ഞാൽ, ഉണങ്ങിയ തിരി വെച്ച് കഴിഞ്ഞാൽ ഈ എണ്ണ അതിലേക്ക് കയറി പോകുന്നത് പോലെ വർഷകാലത്ത് വയലിലെ വെള്ളം കുന്ന് വലിച്ച് മുകളിലേക്ക് എടുക്കുകയും വേനൽക്കാലത്ത് കൊടും വരൾച്ച ഉണ്ടാകുന്ന സമയത്ത് ഈ വെള്ളം താഴേക്ക് ഇറക്കി വിടുകയും ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ ഒരു ജലസംഭരണിയാണ്, പ്രകൃതിയുടെ ജലസംഭരണിയാണ് ഈ കിണ്ടി. മാത്രമല്ല എന്തൊരു മനോഹരമായ ഒരു പാത്രമാണ് കിണ്ടി. അതിനൊരു വാലും ഒക്കെ ആയിട്ട് അതിന് കമിഴ്ത്തി വെച്ചാൽ ഗണപതി പോലെ ഇരിക്കും, ഒരു തുമ്പിക്കൈയൊക്കെ. അപ്പോൾ അത്രയും കൗതുകകരവും ഒരു സൗന്ദര്യാത്മകമായ ഒരു പാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു പക്ഷേ ആദ്യത്തെ പ്ലംബിംഗ് മലയാളി കണ്ടുപിടിച്ച ഒരു പ്ലംബിംഗ് മെറ്റീരിയൽ, ഒരു ടാങ്കും ഒരു പൈപ്പും ഒരു കണ്ടെയ്നർ ആണ് കിണ്ടി. അപ്പോൾ ഇത് പറഞ്ഞു. അപ്പോൾ എനിക്കത് തോന്നി, അതൊരു ശരിയാണല്ലോ അങ്ങനെ ഒരു. അപ്പോൾ ആ കുന്നുകളാണ് നമ്മൾ ഇടിച്ച് നിരപ്പാക്കി വലിയ റോഡ് പണിക്ക് പോകുന്നത് എന്നാണ് ആ കവിതയിലെ പ്രമേയം. അപ്പം ഞാൻ വേറൊരു കാര്യം ചിന്തിച്ചു. ഈ JCBകൾ കുന്ന് മാന്തുന്നു, ലോറിയിലേക്ക് തട്ടുന്നു ഇങ്ങനെ. അപ്പോൾ ഈ ABT എന്ന് പറഞ്ഞിട്ടൊരു പാർസൽ സർവീസ് ഉണ്ടായിരുന്നു പണ്ട്. അതിൻ്റെ എംബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹനുമാനാണ്. ഇങ്ങനെ വലത് കൈപ്പത്തിയിൽ ഒരു പർവ്വതം എടുത്തിട്ട് ഇങ്ങനെ വായുവിലൂടെ പോകുന്ന ഒരു ഹനുമാനാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഏത് സാധനങ്ങളും നിങ്ങളെ ഒരു ആദ്യത്തെ കൊറിയറാണ്. പിന്നെ നിങ്ങളെ ആ കൺസൈൻമെൻറ്റ് നിങ്ങളെ കൃത്യമായ സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുന്നുള്ള ഒരു ഉറപ്പാണത് ഹനുമാൻ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ രാമായണത്തിലൊരു കഥയാണ്. രാമരാവണ യുദ്ധം, ലങ്കയിൽ വെച്ച് യുദ്ധം നടക്കുന്ന സമയത്ത് ഈ രാമൻ്റെ വാനര സൈന്യം മുഴുവൻ പിന്നെ ഇന്ദ്രജിത്തിൻ്റെ ആരുടെയോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, ഈ മോഹാസ്ത്രം ഏറ്റിട്ട് വീണ് കിടക്കുകയാണ്. അപ്പോൾ അവരെ ജീവിപ്പിക്കണമെങ്കിൽ ഈ മൃതസഞ്ജീവിനി കൊണ്ടുവരണം. അങ്ങനെ ഹനുമാനെ നിയോഗിക്കുകയാണ്. ഹനുമാൻ ഈ മൃതസഞ്ജീവിനിയുള്ള പർവ്വതത്തിലെത്തുകയും ഇത് കണ്ടുപിടിക്കാൻ അങ്ങോർക്ക് അറിയില്ല. അപ്പോൾ ഹനുമാൻ ഈ പർവ്വതം മൊത്തം കൂടെ എടുത്തിട്ട് കൊണ്ടുവരിക, എന്നിട്ട് പിന്നെ യുദ്ധത്തിൻ്റെ സ്ഥലത്ത് കൊണ്ടുവന്ന് അതിൽ നിന്ന് ഈ മൃതസഞ്ജീവിനി എടുക്കുന്നു, സഞ്ജീവിനി ഔഷധം പിഴിഞ്ഞ് ഇവരൊക്കെ കൊടുക്കുന്നു, ഇവരെയൊക്കെ ജീവിപ്പിക്കുന്നു.
അത് കഴിഞ്ഞിട്ട് ഹനുമാൻ ഈ പർവ്വതം എടുത്തിട്ട് അവിടെ തന്നെ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. അത് രാമായണത്തിൽ പറയുന്നുണ്ട്. പക്ഷെ നമ്മളാരും അത് ശ്രദ്ധിക്കാറില്ല. എല്ലാവരും പറയുന്നത് ഹനുമാൻ ഇതും ABT പാർസൽ സർവീസിന് ഇത്രേ ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ ഈ പർവ്വതത്തെ കൊണ്ടുവരുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ സാധനം അയാൾ തിരിച്ച് അവിടെ, ഇതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ചുള്ള ഒരു വലിയൊരു സങ്കല്പം ഉണ്ട് അതിനകത്ത്. നമ്മൾ പ്രകൃതിയിൽ നിന്ന് ഈ പർവ്വതത്തെ എടുത്ത് മാറ്റുക മാത്രമല്ല, അതിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ തിരിച്ച് അവിടെ തന്നെ കൊണ്ടുവയ്ക്കുന്നു എന്നുള്ളത്. അതിനെയാണ് ഈ സുസ്ഥിര വികസനത്തെക്കുറിച്ചുള്ള, അത് നമ്മളൊന്ന് എടുക്കുന്നുണ്ടെങ്കിൽ തിരിച്ച് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പാരിസ്ഥിതികമായ അവബോധം ഇതിഹാസങ്ങൾ തൊട്ട്, ഇതിഹാസകാരന്മാർ തൊട്ട് നമ്മൾ നാടോടിപ്പാട്ടിലായാലും ഫോക്ലോറിലായാലും തെയ്യങ്ങളിലായാലും എല്ലാ കലകളും സാഹിത്യത്തിലും ഒക്കെ എടുത്ത് നോക്കിക്കോളൂ. പാരിസ്ഥിതികമായ വിവേകമാണ് പിൽക്കാലത്തേക്ക് ഈ രചനകളെ അനശ്വരമാക്കി നിലനിർത്തുന്നത് എന്നുള്ള ഒരു സംഗതി കാണാൻ കഴിയും. ഇതെൻ്റെ ഒരു അനുഭവത്തിൽ നിന്നുള്ള ചെറിയൊരു കാര്യം പങ്കുവെച്ചു എന്നേ ഉള്ളൂ. താങ്ക് യു. അടുത്തതായി ഈ TP കുഞ്ഞിക്കണ്ണൻ മാഷ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ രവീന്ദ്ര മാഷ്, ശ്രീ രാമചന്ദ്രൻ, സംഗീത ടീച്ചർ, സഹോദരി സഹോദരന്മാർ, നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ വിശാലമായ ഒരു ക്യാൻവാസിലുള്ള ഒരു വിഷയമാണ്. പരിസ്ഥിതിയും സർഗാത്മകതയും എന്നുള്ളതാണ്. ശ്രീ രാമേന്ദ്രൻ ആമുഖത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ സർഗാത്മക സാഹിത്യവുമായി ബന്ധപ്പെട്ട് ആണ് ഈ കാര്യം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ളത്. രവീന്ദ്ര മാഷും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, ശ്രീരാമേന്ദ്രനും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഞാൻ സർഗാത്മക സാഹിത്യത്തിൽ ആ രൂപത്തിൽ ധാരണയുള്ള ഒരാളല്ല, വായിക്കലൊക്കെ ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ പഠിപ്പ് കൊണ്ടും പ്രവർത്തനം കൊണ്ടും ഒരു സാമൂഹ്യ ശാസ്ത്ര വിദ്യാർത്ഥിയാണ്. ആ നിലയ്ക്ക് ഒരു അർത്ഥശാസ്ത്ര തലത്തിൽ നിന്നുകൊണ്ട്, ഒരു പൊളിറ്റിക്കൽ ഇക്കോണമി പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് ഈ പ്രശ്നത്തെ കാണാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു കള്ളി വരച്ചിട്ടാണ് സംസാരിക്കുന്നത്. അത് ആ ഭാഗവും കൂടി ചർച്ച ചെയ്യേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. സർഗാത്മകതയ്ക്ക് ഇംഗ്ലീഷിൽ നമുക്ക് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്ന തർജ്ജമ ക്രിയേറ്റീവായിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ എന്തിനൊക്കെയാണ്. പക്ഷേ അതിന് ഇന്നൊവേഷൻ എന്ന് പറയുന്ന ഒരു രീതിയിലും അതിനെ കാണാമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോഴാണത് ഒരു സാമൂഹ്യ ശാസ്ത്രവുമായിട്ടത് കൂടുതലായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വികസനത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് പരിസ്ഥിതിയെ നോക്കിക്കാണുന്നതിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അത് തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചിട്ടുള്ള ഒരു അർത്ഥശാസ്ത്രതല പരിശോധനയാണ് ഒരു ചെറിയ സമയം കൊണ്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മൾ പ്രധാനമായിട്ടും വരുന്നത് പരിസ്ഥിതിയും വികസനവും തമ്മിലുണ്ടാകുന്ന ബന്ധത്തെക്കുറിച്ചിട്ടുള്ള ചർച്ചയാണ്. അതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു ചർച്ച. അതിനൊരു വലിയ രാഷ്ട്രീയ മാനവും ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു സങ്കല്പന, അല്ലെങ്കിൽ എൻ്റെ ഒരു സമീപനം. വളരെ ലളിതമായി പറഞ്ഞാൽ എന്താണ് പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ, നമ്മൾ ജീവിക്കുന്ന ഇടമാണ് പരിസ്ഥിതി. വികസനം എന്ന് പറയുന്നത് ആ ജീവിക്കുന്ന ഇടത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനമാണ്. അതാണ് ലളിതമായിട്ട് അതിനെ കാണുന്നത്. നമ്മൾ ജീവിക്കുന്ന സ്ഥലമാണ് നമ്മളെ വീട്, നമ്മളെ ചുറ്റുപാട്, നമ്മൾ ഇടപെടുന്ന സ്ഥലങ്ങളൊക്കെയാണ് പരിസ്ഥിതി. അവിടെ നമ്മുടെ ഉപജീവനത്തിന് വേണ്ടിയും നിലനിൽപ്പിന് വേണ്ടിയും പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. അതാണ് വികസനം. സാധാരണ നിലയിൽ ഇവ തമ്മിൽ ഒരു സംഘർഷത്തിൻ്റെ ആവശ്യമില്ല, കാരണം ഇത് രണ്ടും നടന്നു പോകേണ്ടതാണ്. പക്ഷെ നമ്മൾ നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവ തമ്മിലുണ്ടാകുന്ന ഒരു സംഘർഷമാണ്, ഒരു സംഘർഷാത്മകമായിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ അതിനെന്തോ ഒരു കാരണമുണ്ട്. ഇവ തമ്മിലൊരു സമന്വയമില്ലാതെ ഒരു സംഘർഷത്തിലേക്ക് നയിക്കണമെന്നുണ്ടെങ്കിൽ ഈ പരിസ്ഥിതിയും ഈ വികസനവും തമ്മിലുണ്ടാകുന്ന ഒരു ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്. ആ രൂപത്തിൽ ആ ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്. ആ ഏറ്റുമുട്ടലിൽ പലപ്പോഴും വികസനമാണ് വിജയിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് കൂടുതൽ പ്രശ്നമായ, അല്ലെങ്കിൽ പുതിയ പല തലങ്ങളിൽ ഇത് ചർച്ചയ്ക്ക് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് സംഘർഷം ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ഈ സംഘർഷത്തിൽ വികസനം വിജയിക്കാനിടയാകുന്ന സാഹചര്യം? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിനൊരു പിന്തുണയുണ്ട്, അതിനൊരു ലാഭവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പിന്തുണയുണ്ട്. ആ ലാഭത്തെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യവസ്ഥയുടെ പിന്തുണയുണ്ട്. അതൊരു മുതലാളിത്ത വ്യവസ്ഥയാണ്.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, ഒരു ചുറ്റുപാടിൽ ഈ ജീവിതവും അല്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതിയും വികസനവും തമ്മിലൊരു സംഘർഷത്തിൻ്റെ ആവശ്യമില്ലെങ്കിലും ഒരു സംഘർഷം നടക്കുന്നുണ്ട്. ആ സംഘർഷത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണം ലാഭത്തെ മുൻനിർത്തിയിട്ടുള്ള ഒരു വ്യവസ്ഥിതിക്കകത്ത് നിന്നുകൊണ്ടാണ് ഇത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഏറ്റുമുട്ടലിൽ പലപ്പോഴും വിജയിക്കുന്നത് ലാഭവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാകുന്ന കാര്യങ്ങളാണ്, ഒരു വ്യവസ്ഥയാണ് എന്നുള്ളത് കൊണ്ടാണ്. അത് ഞാൻ പറഞ്ഞത്, അവിടെ ഒരു ഇന്നൊവേഷൻസാണ് അവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ആ പരിസ്ഥിതിക്കകത്തേക്ക് അത് പല രീതിയിലാവാം. ലാഭം വർദ്ധിപ്പിക്കത്തക്ക രീതിയിലുണ്ടാകുന്ന ഇടപെടലുകളാണ് യഥാർത്ഥത്തിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇന്നൊവേഷൻസ് ആയിട്ട് മാറുന്നത്. ഇന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിസ്ഥിതി അല്ലെങ്കിൽ ഒരു പ്രകൃതി വിഭവത്തിന് ഇന്നത്തേതിനേക്കാൾ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ഉപയോഗം കണ്ടെത്താം. അതിൽ നമ്മൾ ഇന്ന് ആ പ്രകൃതി വിഭവത്തിൻ്റെ മുകളിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിക്കാം. ആ പല രീതിയിലുണ്ടാകുന്ന ഇടപെടലുകൾ നടത്തി, ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും ഇടപെടലുകൾ നടത്തി പുതിയ ഉൽപ്പാദന രീതികളിലൂടെ, പുതിയ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ, പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിലൂടെ, പ്രൊഡക്ഷൻ പ്രോസസ്സിൽ മാറ്റം വരുത്തുന്നതിലൂടെ എല്ലാം ഈ ഇന്നൊവേഷൻസിൽ മാറ്റം വരാം. ഈ ഇന്നൊവേഷൻസിന് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ലാഭവുമായും ചില വ്യവസ്ഥിതികളുമായും എല്ലാം തന്നെ ബന്ധങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ പരിസ്ഥിതിയും സർഗാത്മകതയും എന്നുള്ള പ്രശ്നം സാമൂഹ്യശാസ്ത്രത്തിൻ്റെ പരിധിയിലേക്ക് വരുമ്പോൾ അത് ജനങ്ങളും തമ്മിലുള്ള ബന്ധവും ജനങ്ങളും പ്രകൃതിയും തമ്മിലുള്ള ബന്ധവുമായി അഭേദ്യമായി കൂടിച്ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ കാണണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്കതിൽ, അത് സാഹിത്യകാരന്മാരായാലും ലേഖനം എഴുതുന്ന ആൾക്കാരായാലും സിനിമ ഷൂട്ട് ചെയ്യുന്നവരായാലും ആരായാലും തന്നെ അവരുടെ സർഗാത്മകമായിട്ടുള്ള സൃഷ്ടിയിലേക്ക് കടക്കുമ്പം ജനങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന ബന്ധവും ജനങ്ങളും പ്രകൃതിയും തമ്മിൽ നിലനിൽക്കുന്ന ബന്ധവും കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ അങ്ങനെ ഒരു വ്യവസ്ഥാപിതമായ രീതിയിൽ നമുക്ക് പരിസ്ഥിതിയും സർഗാത്മകതയും തമ്മിലുണ്ടാകുന്ന ബന്ധം കാണാൻ കഴിയും. മുതലാളിത്ത വ്യവസ്ഥയിൽ പരിസ്ഥിതിയോടൊരു പ്രത്യേക സമീപനമുണ്ട്. ആ സമീപനം പരിസ്ഥിതിയെ അല്ലെങ്കിൽ പ്രകൃതി വിഭവങ്ങളെ തങ്ങളുടെ വരുതിയിൽ നിർത്തിക്കൊണ്ട് പരമാവധി കവർന്നെടുക്കാനുള്ള ഒരു ഉൽപ്പന്നമാണ് എന്നുള്ള ഒരു ധാരണ അറിഞ്ഞോ അറിയാതെയോ ഈ വ്യവസ്ഥിതിയിൽ പ്രചരിക്കുന്നുണ്ട്. അതിന് അവർക്കൊരു ന്യായീകരണമുണ്ട്. ആ ന്യായീകരണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളാണ് സമൂഹത്തിൽ ഉൽപ്പാദനം നടത്തുന്നത്, ഞങ്ങളാണ് സമൂഹത്തിൽ തൊഴിൽ സൃഷ്ടിക്കുന്നത്, ഞങ്ങളാണ് സമൂഹത്തിൽ വരുമാനം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രകൃതി തന്നിട്ടുള്ള ഒരു വരദാനമാണ് ഈ പ്രകൃതി വിഭവങ്ങൾ. അത് യഥേഷ്ടം ഉപയോഗിക്കാനുണ്ടാകുന്ന ഒരു അവസരം അല്ലെങ്കിൽ അതിനുള്ള ഒരു അവകാശം ഞങ്ങൾക്കുണ്ട്. അതിൻ്റെ മുകളിലുണ്ടാകുന്ന സാമൂഹികമായിട്ടുള്ള നിയന്ത്രണങ്ങൾ അനാവശ്യമാണ്, പാടില്ലാത്തതാണ് എന്നുള്ളതാണ് ആ വ്യവസ്ഥ മുന്നോട്ട് വെക്കുന്ന പൊതു സമീപനം. കാരണം അവർ സമൂഹത്തിൽ അത്രയും വലിയ റോൾ നിർവഹിക്കുന്നുണ്ട്. അവരാണ് ഉൽപ്പാദനം നടത്തുന്നത്, അവരാണ് ആ ഉൽപ്പാദനം കൊണ്ടാണ് തൊഴിലുണ്ടാകുന്നത്, അങ്ങനെയാണ് വരുമാനം ഉണ്ടാകുന്നത്, അങ്ങനെയാണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് അവർ വലിയ ഒരു ധർമ്മം നിറവേറ്റാണ്, ഒരു ഫങ്ഷൻ നടത്തുന്നുണ്ട്. അതിന് പ്രകൃതി തന്നെ അവർക്ക് കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട്. പ്രകൃതി അവർക്ക് ഒരു വരദാനമായിട്ട് ഈ വിഭവങ്ങളെല്ലാം നൽകുകയാണ്. അത് യഥേഷ്ടമായിട്ട് അവർക്ക് ഉപയോഗിക്കാനുള്ള അവകാശമുണ്ട്. അതിൻ്റെ മുകളിൽ ആരും തന്നെ ചോദ്യം ചെയ്യേണ്ടതായിട്ടില്ല, അത് നിയന്ത്രിക്കേണ്ടതായിട്ടില്ല. സാമൂഹ്യ നിയന്ത്രണങ്ങൾ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. അങ്ങനെ പ്രകൃതി വിഭവങ്ങളുടെ ഉപയോഗത്തിൻ്റെ മുകളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി, സാമൂഹ്യ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി മുതലാളിത്ത വ്യവസ്ഥയുടെ അനുസ്യൂതമായിട്ടുണ്ടാകുന്ന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന കക്ഷികൾ, അത് പരിസ്ഥിതി പ്രവർത്തകരായാലും സംഘടനകളായാലും അതുപോലുള്ളവരെല്ലാം തന്നെ പൊതുവിൽ അറിയപ്പെടുന്നത് വികസന വിരുദ്ധരായിട്ടാണ്. അതിന് വളരെ പെട്ടെന്ന് ഒരു കള്ളി വരയ്ക്കാൻ വേഗം സാധിക്കും. കാരണം ഇത്രയും ഉദാത്തമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കെതിരെ നിൽക്കുന്ന ഒരു ഛിദ്രശക്തികളാണ് ഈ കക്ഷികൾ എന്നുള്ള നിലയിൽ അവരെ ആ ഒരു കള്ളിയിൽ ഒരു വികസന വിരുദ്ധർ എന്നുള്ള നിലയിൽ നമുക്ക് ഒറ്റയടിക്ക് തന്നെ അവരെ അതിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. ബാക്കിയുള്ളവരെല്ലാം തന്നെ വികസനത്തെ അനുകൂലിക്കുന്നവരും മനുഷ്യനെ അനുകൂലിക്കുന്നവരും ജീവിതത്തെ മറ്റവരെല്ലാം തന്നെ അതിനെല്ലാം എതിർക്കുന്ന ഒരാൾക്കാർ എന്നുള്ള നിലയിൽ വളരെ പെട്ടെന്ന് തന്നെ അങ്ങ് മാറ്റിക്കഴിഞ്ഞു. ഈ ഒരു സമീപനത്തിനെതിരെയുള്ള ഒരു ദരിദ്രപക്ഷത്ത് നിന്ന് നമ്മൾ നോക്കുന്ന അവസരത്തിൽ പരിസ്ഥിതി എന്ന് പറയുന്നത്, പരിസ്ഥിതിയെ ആശ്രയിച്ച് ജീവിക്കുന്നത് സമൂഹത്തിൽ എപ്പോഴും പ്രത്യക്ഷമായി ആശ്രയിക്കുന്നത് ദരിദ്രരായിരിക്കും. അതാണ് പരിസ്ഥിതിയുടെ വിശാല അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയം.
ജീവിതത്തിന് വേണ്ടി, ഉപജീവനത്തിന് വേണ്ടി പരിസ്ഥിതിയെ പ്രത്യക്ഷമായി ആശ്രയിക്കുന്നത് ദരിദ്രരായിരിക്കും. അങ്ങനെയാണ് നമുക്ക് നോക്കിയാൽ അറിയാം. ഞാൻ റിട്ടയർഡ് മാഷാണ്. ഞാൻ പരിസ്ഥിതിയെ പ്രത്യക്ഷമായിട്ട് ആശ്രയിച്ചിട്ടല്ല ജീവിക്കുന്നത്. പക്ഷേ പുല്ല് പറിച്ച് ജീവിക്കുന്ന ആൾക്കാർ, ഇല പെറുക്കി ജീവിക്കുന്ന ആൾക്കാർ, വിറക് പെറുക്കി ജീവിക്കുന്ന ആൾക്കാർ, കൃഷിയിൽ വലിയ രീതിയിൽ ഇടപെട്ട് ജീവിക്കുന്ന ആൾക്കാർ, മണ്ണിൽ പണിയെടുക്കുന്ന ആൾക്കാർ, അവരെല്ലാം ഉപജീവനത്തിന് വേണ്ടി പരിസ്ഥിതിയെ ഡയറക്റ്റായിട്ട് ആശ്രയിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അതിനെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു ദരിദ്രപക്ഷ സംരക്ഷണം കൂടിയാണ്. പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്നത് കേവലമായ ഒരു പ്രകൃതി, നേരത്തെ പറഞ്ഞതുപോലെ രാമേന്ദ്രനൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇത് കണ്ടിങ്ങനെ ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംരക്ഷണമല്ല. അങ്ങനത്തെ ഒരു സംരക്ഷണം ഇപ്പം നടക്കുന്നുണ്ട്. കാരണം എല്ലാ തരത്തിലുണ്ടാകുന്ന പ്രകൃതി ദൂഷ്യങ്ങളും ചെയ്തു കഴിഞ്ഞതിൻ്റെ ശേഷം സ്വന്തമായ സ്ഥലത്ത് വളരെ നല്ല രീതിയിലുള്ള പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ടാക്കി പ്രകൃതിയെ സംരക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് അവാർഡും കിട്ടാറുണ്ട്. ഏറ്റവും നല്ല പരിസ്ഥിതി പ്രവർത്തനമുള്ള അവാർഡൊക്കെ കിട്ടുന്ന തരത്തിലുള്ള ആൾക്കാർക്കാണ്. പക്ഷേ പരമാവധി ദ്രോഹം ഇങ്ങേ ഭാഗത്ത് ചെയ്തിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്നത് ഒരു ദരിദ്രപക്ഷ സംരക്ഷണമാണ്. കാരണം ദരിദ്ര ജനങ്ങൾ അവരുടെ ഉപജീവനത്തിനു വേണ്ടി പ്രത്യക്ഷമായി പ്രകൃതിയെ ആശ്രയിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടപെടുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തനം നമ്മൾ ജെന്യൂനായിട്ട് ഇടപെടുന്ന അവസരത്തിൽ നമ്മൾ ദരിദ്രപക്ഷത്തുണ്ടാകുന്ന ഒരു ജനങ്ങളുടെ ജീവിതത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ആ കൃത്യമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടാവും. കുറച്ചുകൂടി ഒരു അർത്ഥശാസ്ത്ര രീതിയിൽ നമ്മൾ പരിശോധിക്കുന്ന അവസരത്തിൽ ഈ രണ്ടാമത് പറഞ്ഞിട്ടുള്ള കാര്യത്തെ വിപുലപ്പെടുത്താനും, അതായത് പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്നത് ഒരു ദരിദ്രപക്ഷ സംരക്ഷണമാണ് എന്നുള്ള ആശയത്തെ വിപുലപ്പെടുത്താനും, പരിസ്ഥിതി എന്ന് പറയുന്നത് മുതലാളിമാർക്ക് വരദാനമായി കിട്ടിയിട്ടുള്ള ഒന്നല്ല എന്നുള്ളത് ഉറപ്പിച്ച് പറയാനും ശ്രമിച്ചിട്ടുള്ള സാമൂഹ്യ ശാസ്ത്രജ്ഞൻ മറ്റാരേക്കാളും കാറൽ മാർക്സ് ആണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ കാര്യം നമ്മൾ ഒന്നുകൂടി ഉയർത്തി പറയേണ്ട കാലഘട്ടം ഇന്നുണ്ട് എന്നുകൂടി എനിക്ക് തോന്നുന്നു. കാരണം ഈ രണ്ട് കാര്യങ്ങളെ ഉയർത്തി പറയാനാണ് ശ്രമിച്ചത്. ഒന്ന്, പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്നത് ഒരു ദരിദ്രപക്ഷ സംരക്ഷണമാണ്. രണ്ട്, പരിസ്ഥിതി എന്ന് പറയുന്നത് മുതലാളിമാർക്ക് വരദാനം കൊടുത്തിട്ടുള്ള ഒരു സംഗതിയല്ല എന്നുള്ള കാര്യം മാർക്സ് വളരെ കൃത്യമായി പറയുന്നു. അദ്ദേഹത്തിൻ്റെ മൂലധനം 3-ാം വോളിയത്തിൽ ഒരു പ്രധാനപ്പെട്ട കൊട്ടേഷൻ എല്ലാവരും എടുത്ത് ഉപയോഗിക്കാറുണ്ട് ഈ കാര്യം പരിസ്ഥിതിയെക്കുറിച്ച് പറയുന്ന ആൾക്കാർ. കാരണം നമ്മൾ ഈ തലമുറയിലുള്ള ആൾക്കാർ പഴയ തലമുറയിൽ നിന്ന് കിട്ടിയിട്ടുള്ള കാര്യത്തെ വരും തലമുറയ്ക്ക് വേണ്ടി കൊടുക്കത്തക്ക രീതിയിൽ നമ്മൾ കാരണവരെന്നുള്ള രീതിയിൽ, ഒരു കുടുംബത്തിൻ്റെ കാരണവരെന്നുള്ള രീതിയിൽ നമ്മളിതിനെ സംരക്ഷിക്കുകയാണ് വേണ്ടത്, നശിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. പക്ഷേ പിന്നീട് വളരെ വിശദമായി അദ്ദേഹം ഈ കാര്യം പറയാൻ ശ്രമിക്കുന്നത് പരിസ്ഥിതി എന്ന് പറയും പ്രകൃതി വിഭവങ്ങൾ, അല്ലെങ്കിൽ പ്രകൃതി എന്ന് പറയുന്നത്, അവിടെ പരിസ്ഥിതിയും പ്രകൃതിയും പരസ്പരം ബന്ധപ്പെടുത്തി തന്നെയാണ് പറയുന്നത്. പ്രകൃതി എന്ന് പറയുന്നത് തൊഴിലാളിയുടെ അജൈവ ശരീരമാണ് എന്നുള്ള വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. നേച്ചർ ഈസ് ദ ഇനോർഗാനിക് ബോഡി ഓഫ് ലേബർ എന്നുള്ള ഒരു പ്രസിദ്ധമായിട്ടുള്ള പ്രയോഗമുണ്ട് അദ്ദേഹം. നേച്ചർ എന്ന് പറയുന്നത് പ്രകൃതി വിഭവങ്ങൾ, പരിസ്ഥിതി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഇനോർഗാനിക് ബോഡി ഓഫ് ലേബർ. അപ്പോൾ ലേബർ എന്ന് പറയുന്ന ഓർഗാനിക് ബോഡിയും പരിസ്ഥിതി എന്ന് പറയുന്ന ഇനോർഗാനിക് ബോഡിയും തമ്മിലുള്ള ഒരു കൂട്ടായ്മയിൽ നിന്നാണ് ഉൽപ്പാദന പ്രക്രിയ നടക്കുന്നത്. അപ്പോൾ മുതലാളിമാർ പറഞ്ഞതിൽ നിന്ന് അവരുടെ ഉൽപ്പാദനത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക വരദാനമല്ല, പ്രകൃതിയും തൊഴിലാളിയും പ്രകൃതിയും അധ്വാനവും തമ്മിലുണ്ടാകുന്ന ഒരു സവിശേഷമായിട്ടുള്ള കൂട്ടായ്മ. ആ കൂട്ടായ്മ ഒരിക്കലും തന്നെ വൈരുദ്ധ്യമല്ല, അവ തമ്മിലുണ്ടാകുന്ന വൈരുദ്ധ്യങ്ങളല്ല ഉൽപ്പാദന പ്രക്രിയക്കകത്ത് നിലനിൽക്കുന്നത്, മറിച്ച് അവ തമ്മിലുണ്ടാകുന്ന ഒരു കൂട്ടായ്മയാണ് എന്നുള്ള കാര്യം മാർക്സ് വളരെ വ്യക്തമായി പറയുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജൈവ അജൈവ ബന്ധം ഉൽപ്പാദന ബന്ധത്തെ നിർണ്ണയിക്കുന്നു. ഉൽപ്പാദന പ്രക്രിയയിൽ നിന്ന് പ്രകൃതിയെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. അതിനാൽ ഇവർ തമ്മിലുണ്ടാകുന്ന കൂട്ടായ്മകളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ നോക്കുന്ന അവസരത്തിൽ മാർക്സിനെ ഫോളോ ചെയ്യുന്ന മാർക്സിൻ്റെ അനുകൂലികളായിട്ടുള്ള ആൾക്കാരായാലും മാർക്സത്തെ എതിർക്കുന്ന ആൾക്കാരായാലും ഇതിനെ അവഗണിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. മാർക്സത്തെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ അഭിപ്രായം, ഇതൊന്നും നമ്മൾ എല്ലാ കാര്യങ്ങളും മാർക്സ് പറഞ്ഞിട്ടുണ്ട്. പരിസ്ഥിതി സംബന്ധിച്ചിട്ടുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും മാർക്സ് 1862 തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ആ കൊല്ലത്തിലാണ് മൂലധനം പ്രസിദ്ധീകരിച്ചത്. അതുകൊണ്ട് മാർക്സ് പറഞ്ഞതിനേക്കാൾ കൂടുതലായിട്ട് നമുക്കൊന്നും പറയാനില്ല.
അതുകൊണ്ട് പരിസ്ഥിതി സംരക്ഷിക്കുന്ന ഒരു സംവിധാനം മാർക്സ് പറഞ്ഞിട്ടുള്ള ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥ വരുന്ന അവസരത്തിൽ ഉണ്ടായിക്കോളും. അതുവരെ നമ്മൾ അതിനെപ്പറ്റി എന്ത് ചെയ്യേണ്ടതില്ല, ബേജാറാകേണ്ട കാര്യമില്ല എന്നാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രചരണം. അതൊക്കെ മാർക്സ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, മാർക്സ് പറയാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് നമ്മളിപ്പം നടത്തുന്ന പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കാം. സോഷ്യലിസ്റ്റ് വ്യവസ്ഥ വരുന്ന അവസരത്തിൽ പരിസ്ഥിതി സംരക്ഷിക്കപ്പെട്ടുകൊള്ളും, ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. അതാണ് ഒരു നിലപാട്. സോവിയറ്റ് യൂണിയനിലും ആ നിലപാടുണ്ടായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ മാർക്സിൻ്റെ എതിരാളികൾ എങ്ങനെയാണ് പറയുന്നത്? മാർക്സിന് പരിസ്ഥിതിയെക്കുറിച്ച് പറയാനുള്ള യാതൊരു അവകാശവുമില്ല. കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ എല്ലാ സിദ്ധാന്തങ്ങളും ഇക്കണോമിക്കലി ഡിറ്റർമിൻഡ് ആണ്. സാമ്പത്തികമായിട്ടുള്ള അദ്ദേഹം പരിസ്ഥിതിയെക്കുറിച്ച് പറയാനുള്ള അവകാശം തന്നെ അദ്ദേഹത്തിനില്ല. സാമ്പത്തികമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളിൽ ഡിറ്റർമിൻഡ് ആണ് അദ്ദേഹത്തിൻ്റെ പല സിദ്ധാന്തങ്ങളും. അതുകൊണ്ട് തന്നെ പരിസ്ഥിതി എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ, ഇന്നത്തെ കമ്പ്യൂട്ടറിൻ്റെ ഭാഷയിൽ നമ്മൾ പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയറും ഒരു ഹാർഡ്വെയറും ഉണ്ടല്ലോ. പരിസ്ഥിതി ഒരു സോഫ്റ്റ്വെയറാണ്. മാർക്സിനെ പോലുള്ള ആൾക്കാർ തനി ഹാർഡ്വെയർ കാര്യങ്ങളെ കൈകാര്യം ചെയ്തിട്ടുള്ളൂ. സോഫ്റ്റ്വെയർ ഒന്നും അവരുടെ ജീവിതത്തിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് പരിസ്ഥിതി അവരുടെ പരിധിയിലേക്ക് വരുന്നില്ല എന്നുള്ള നിലയിൽ അതിനെ അവഗണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും ആ രൂപത്തിൽ തന്നെ നടക്കുന്നുണ്ട്. ഈ രണ്ട് കാഴ്ചപ്പാടിനെ നിഷേധിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ മാർക്സ്. യഥാർത്ഥത്തിൽ എന്താണ് അദ്ദേഹം പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകുന്നത് മാർക്സിന് ശേഷം അദ്ദേഹം എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള പല കൃതികളും പല ലേഖനങ്ങളും പുനഃപ്രസിദ്ധീകരിക്കല്ല, ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഗ്രന്ഥസ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളൊരു ഗ്രന്ഥമാണ്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിന് ശേഷം ഈ 1900-കളിൽ വളരെ അവസാനമാണ്, 70-കളിലൊക്കെയാണ് ആ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. പിന്നീട് മാർക്സ് ക്രോഡീകരിക്കപ്പെടാത്തതും ധാരാളവുമായി എഴുതിയിട്ടുള്ള പരിസ്ഥിതി കാര്യങ്ങളെക്കുറിച്ച് ജർമ്മനി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഗവേഷണ കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ പേര് MEGA2 എന്നാണ്. അവരുടെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് മാർക്സ് എഴുതി വെച്ചതും വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയതും പ്രസിദ്ധീകരിക്കപ്പെടാതെ പോയതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ആഴത്തിലുള്ള ഗവേഷണം ആ സ്ഥാപനത്തിൽ ഈ ഒരു വിഷയത്തെ മുൻനിർത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ എല്ലാം ഫലമായി ഇക്കോ സോഷ്യലിസം എന്ന് പറയുന്ന പുതിയ ഒരു ബ്രാഞ്ച്, ഒരു പുതിയ സമീപനം ഇന്ന് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. വളരെ പ്രമാദമായിട്ടുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള ചില പുസ്തകങ്ങൾ ഇപ്പം വന്നിരിക്കുകയാണ്. ഇപ്പോൾ ജോൺ ബെല്ലാമി ഫോസ്റ്ററും അതേപോലെ തന്നെ പോൾ ബർക്കറ്റ് എന്ന് പറയുന്ന രണ്ട് അർത്ഥശാസ്ത്രജ്ഞന്മാർ, സാമൂഹ്യ ശാസ്ത്രജ്ഞർ, സോഷ്യോളജിസ്റ്റുകളാണ് അവരെഴുതിയിട്ടുള്ള ഏറ്റവും പുതിയ രണ്ടുപേരും ചേർന്ന് എഴുതിയിട്ടുള്ള ഏറ്റവും പുതിയ പുസ്തകത്തിൻ്റെ പേര് തന്നെ മാർക്സ് ആൻഡ് ദ എർത്ത് എന്നാണ്. അത് വളരെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പുസ്തകമാണ്. മാർക്സ് ആൻഡ് ദ എർത്ത് ആൻ ആൻറ്റി ക്രിട്ടിക് എന്നാണ് ആ പുസ്തകത്തിൻ്റെ ഒരു സബ് ടൈറ്റിലായിട്ട് അവർ കൊടുത്തിട്ടുള്ളത്. എന്താണ് ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏത് രീതിയിലാണ് മാർക്സിനെ, ഈ രണ്ട് വിമർശനത്തെ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഒന്ന്, എല്ലാം മാർക്സ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്ന നിലപാടും, മാർക്സ് ഒന്നും പറഞ്ഞിട്ടില്ല, പറയാൻ അർഹതയില്ല എന്നുള്ള നിലപാടിനെയും ഈ പുസ്തകത്തിൽ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. മാർക്സ് ആൻഡ് ദ എർത്ത് ആൻ ആൻറ്റി ക്രിട്ടിക് എന്നാണ് പോൾ ബർക്കറ്റും ജോൺ ബെല്ലാമി ഫോസ്റ്ററും ചേർന്ന് എഴുതിയിട്ടുള്ള ഈ പുസ്തകത്തിൻ്റെ പേര്. ഈ MEGA2 എന്ന് പറയുന്ന ഈ ഒരു ഗവേഷണത്തിൻ്റെ ഭാഗമായി വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പുസ്തകം ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു 10-35 വയസ്സുള്ള ഒരു ജപ്പാനീസ് സാമൂഹ്യ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ പേര് കൊഹിയോ സെയ്റ്റോ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഇക്കോ സോഷ്യലിസത്തെ കുറിച്ചൊരു പുസ്തകം ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ പുസ്തകത്തിൻ്റെ പേര് ക്യാപിറ്റൽ ഇൻ ദി ആന്ത്രോപ്പൊസീൻ എന്നാണ്. വളരെ വളരെ പ്രസിദ്ധമായിട്ടുണ്ടാകുന്ന പുസ്തകം. ലക്ഷക്കണക്കിന് കോപ്പികൾ ജപ്പാൻ പോലുള്ള ഒരു രാജ്യത്ത് അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ഇപ്പോഴും വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അതിൻ്റെ റിവ്യൂ ആണ് നമുക്ക് കൂടുതലായിട്ടും വായിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആ തരത്തിലുണ്ടാകുന്ന പുതിയ പുതിയ മുന്നേറ്റങ്ങൾ ഈ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ജോൺ ബെല്ലാമി ഫോസ്റ്റർ തന്നെ ഏറ്റവും പുതുതായിട്ട് എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് റിട്ടേൺ ടു നേച്ചർ എന്നാണ്. റിട്ടേൺ ടു നേച്ചർ, സോഷ്യലിസം ആൻഡ് ഇക്കോളജി എന്നാണ് അദ്ദേഹം ആ പുസ്തകത്തിന് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പറയണത്, ഈ മേഖലകളിൽ ഇപ്പോൾ പുതിയ രൂപത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ വലിയ അളവിൽ വരികയും അവർ ഈ രണ്ട് സമീപനത്തെയും, മാർക്സത്തെ രണ്ട് സമീപനത്തെയും, ഒന്ന് വളരെ എല്ലാം അതിനകത്തുണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല എന്നുള്ള നിലപാടിനെയും, ഒന്നുമില്ല അവർക്ക് പറയാനുള്ള അവകാശമില്ല എന്നുള്ള രണ്ട് നിലപാടിനെയും മാറ്റി നിർത്തിക്കൊണ്ട് ഒരു മുതലാളിത്ത വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാരിസ്ഥിതിക പ്രശ്നങ്ങളെ ജനജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണുന്നതിനുള്ള വലിയ ഒരു ശ്രമം നടക്കുന്നുണ്ട്. ഇത് ഒരു സ്ട്രീമാണ്. ഇത് ഒരു തരത്തിലുള്ള ഇക്കോളജിയും അതേപോലെ തന്നെ പരിസ്ഥിതിയും സർഗാത്മകതയും വേറൊരു തരത്തിലുണ്ടാകുന്ന പ്രചരണം നടക്കുന്നുണ്ട്. അതും ലോകത്ത് ആ പ്രചരണം അതിന് നമ്മൾ ഒരു ഭാഗത്ത് ഇക്കോ സോഷ്യലിസം ആണെങ്കിൽ മറുഭാഗത്ത് ഇക്കോ ഫാസിസമാണ് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതും നമ്മൾ ഈ സർഗാത്മകതയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇതൊക്കെ എഴുത്തുകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. മാർക്സ് 1862 ക്യാപിറ്റൽ വോളിയം 1 പ്രസിദ്ധീകരിച്ചതെന്നുണ്ടെങ്കിൽ
1866 ജർമ്മനിയിൽ തന്നെയാണ് ഏണസ്റ്റ് ഹെക്കൽ, ഇക്കോളജി എന്നുള്ള വാക്ക് തന്നെ ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഏണസ്റ്റ് ഹെക്കലിൻ്റെ ആ പുസ്തകം വരുന്നത്, ഇക്കോളജി എന്ന് പറയുന്ന പുസ്തകം വരുന്നത്. അത് ഏതാണ്ട് ഒരു 10-15 കൊല്ലം കഴിയുമ്പോഴത്തേക്കും ആ പുസ്തകത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുണ്ടാകുന്ന ചർച്ച ജർമ്മനിയിൽ വളർന്നു വരുന്നത് മോണിസം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. മോണിസ്റ്റ് ഗ്രൂപ്പുകൾ തന്നെ ജർമ്മനിയിൽ രൂപപ്പെട്ടു വരുന്നുണ്ട്. ഈ ജർമ്മനി 1890-കളൊക്കെ ആകുമ്പോഴത്തേക്കും ശക്തിപ്പെട്ടു വരുന്ന യുവജനങ്ങളുടേതായിട്ടുള്ള ഈ പരിസ്ഥിതിക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു മോണിസ്റ്റ് ഗ്രൂപ്പുകൾ ആണ് യഥാർത്ഥത്തിൽ ഹിറ്റ്ലറുടെ വളർച്ചയിലേക്ക് വലിയ സംഭാവന ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കാണും. ഇവരെല്ലാം ആ രീതിയിൽ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇവരൊക്കെ വെജിറ്റേറിയൻസ് ആയിരുന്നു. ഇവരൊക്കെ ഒരു പ്രത്യേക തരത്തിലുണ്ടാകുന്ന ശുദ്ധി, അതായത് ഇവരുടെ തിയറി തന്നെ മണ്ണിൻ്റെ മൗലികതയും രക്തത്തിൻ്റെ ശുദ്ധിയും എന്നുള്ള നിലയ്ക്ക് ഒരു സോയിൽ ആൻഡ് ബ്ലഡ് തിയറി എന്നുള്ള നിലയിലൊക്കെ തന്നെ ഇതൊരു ഘട്ടത്തിൽ നമുക്ക് വളർന്നു വരുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഹിറ്റ്ലർ വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു സാധനമാണ് ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാകുന്ന കാര്യങ്ങൾ തൻ്റേതായിട്ടുള്ള എഴുത്തുകളിലേക്ക് ഈ മോണിറ്ററി ലീഗ് എന്ന് പറയുന്ന രീതിയിലുള്ള ഈ സംഘടനയുടെ രൂപീകരണത്തിലേക്ക് അതുപോലുള്ള കാര്യങ്ങളിലേക്കെല്ലാം അവർ പോകുന്നതാണ്. എന്താണ് അവരുടെ പ്രധാനപ്പെട്ട സൂചികകൾ? ഒന്ന്, ശാസ്ത്രവും മതവും എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. ഇത് രണ്ടും രണ്ടല്ല. പ്രത്യേകിച്ചൊരു ചരിത്രബോധത്തിൻ്റെയോ ശാസ്ത്രബോധത്തിൻ്റെയോ ചർച്ചകളുടെ ആവശ്യമില്ല. എല്ലാം പ്രകൃതി ബോധത്തിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ നേച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രത്യേക ബോധത്തെ രൂപപ്പെടുത്തിയെടുക്കുകയും ശാസ്ത്രവും ചരിത്രവും എല്ലാം അടങ്ങിയിട്ടുള്ളതാണ്, ഓൾ ഇൻക്ലൂസീവാണ് നേച്ചർ എന്നുള്ള രീതിയിൽ നമ്മൾ പ്രത്യേകിച്ച് വേറെ ഇടപെടലിൻ്റെ ആവശ്യമില്ല എന്നുള്ള ആ പ്രകൃതി ബോധത്തെ ഒരു പ്രത്യേക രീതിയിലേക്ക്, ഇതിൻ്റെ ഭാഗമായി മനുഷ്യൻ്റെ ഭാവിയെ നിർണ്ണയിക്കപ്പെടുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഭാഗത്ത് മണ്ണിൻ്റെ പവിത്രതയാണ്, അതേപോലെ തന്നെ അവരുടെ രക്തത്തിൻ്റെ ശുദ്ധിയാണ് എന്നുള്ള നിലയിൽ. ഇവിടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഡാർവിൻ്റെ സിദ്ധാന്തത്തെ ഈ സോഷ്യൽ ഡാർവിനിസമൊക്കെ ആയി ഉപയോഗപ്പെടുത്തി എങ്ങനെയാണ് മനുഷ്യനെ വെറുതെ ആ കയ്യൊക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള കാര്യങ്ങളിലേക്ക് അങ്ങനെ കടന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എത്താവുന്നതാണ്. പക്ഷെ ഇവിടെയെല്ലാം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി വരുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു അത് വന്ന് ഫ്രം നേച്ചർ ടു നാഷണലിസം എന്നുള്ളതിലേക്കാണ് അത് വരുന്നത്. അങ്ങനെയാണത്. അപ്പം ആര്യന്മാരായിട്ടുള്ള ആൾക്കാരല്ലാതെ ജർമ്മനിയിൽ വന്നിട്ടുള്ള ആൾക്കാരെല്ലാം അശുദ്ധരാണ്. ഒരു വാക്ക് തന്നെ ഹിറ്റ്ലറുടെ കൃഷി വകുപ്പ് മന്ത്രി ഒരു വാക്ക് തന്നെ പ്രയോഗിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, അവിടെയുള്ള ജൂതന്മാരെല്ലാം കളകളാണ്, കളകൾ പറിച്ച് ഇല്ലാതാക്കുക എന്നുള്ളത് യഥാർത്ഥ കൃഷിയുടെ പ്രചരണത്തിന് ഒരു വളർച്ചയ്ക്ക് എന്താണ് ആവശ്യമാണ്. ഈ മണ്ണിൻ്റെ മഹിമയും അതേപോലെ തന്നെ രക്തവിശുദ്ധിയും ശുദ്ധിയുമാണ് ഇതിലെല്ലാം ഉണ്ടാകുന്നത് എന്നുള്ളത്. ഇത് വന്ന് ഇന്ത്യയിലും ഇന്ന് വളരെ പ്രകടമാണ്. നേച്ചറിൽ നിന്ന് നാഷണലിസത്തിലേക്കുള്ള ഒരു മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ പ്രകടമായിട്ട് വരികയാണ്. പലതരത്തിലുണ്ടാകുന്ന പ്രകൃതി പൂജകളും വരികയാണ്. ഇപ്പോൾ ഒരു പ്രയോഗം തന്നെയുണ്ട്, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുമല്ലോ. ഒരു പ്രയോഗം തന്നെ പറയണത് ഇന്ത്യയിലെ നദികളെല്ലാം രക്ഷപ്പെടുത്തി എടുക്കേണ്ടതായിട്ടുണ്ട്. അതിലുണ്ടാകുന്ന മലിനീകരണങ്ങൾ പൂർണ്ണമായും മാറ്റി നദികളെ, അവർക്കെല്ലാം പേരുണ്ട്, നർമ്മദാ ദേവിയെ നേരെയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്, ഗംഗാ മാതാവിനെ നേരെയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ ശ്രമങ്ങളൊക്കെ പുണ്യാകം തളിച്ച് നേരെയാക്കി എടുക്കേണ്ട ആവശ്യമുണ്ട്. ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണം അറവുശാലകളാണെന്നാണ് ഇന്നൊരു പുതിയ കണ്ടെത്തലിലേക്ക് വരുന്നത്. ഒരിക്കലും തന്നെ എന്തല്ല വ്യവസായശാലകളാണ് എന്ന് ആരും പറയണില്ല. ഇന്ത്യയിലെ നദികളിലേക്ക് ഏറ്റവും കൂടുതൽ മാലിന്യം ഒഴുക്കി വിടുന്നത് വ്യവസായശാലകളാണ് എന്ന് ചർച്ച ചെയ്യപ്പെടുന്നില്ല, അറവുശാലകളാണ് എന്നാണ് ചർച്ച ചെയ്യുന്നത്. അങ്ങനെ ചർച്ച ചെയ്യുന്ന അവസരത്തിൽ നേരത്തെ നമ്മൾ ജർമ്മനി പറഞ്ഞതുപോലെ തന്നെ ജൂതന്മാർ ഒരു തരത്തിലുണ്ടാകുന്ന കളകളാണെന്ന് പറഞ്ഞതുപോലെ ഈ അറവുശാലകളിൽ നിന്ന് ഇങ്ങോട്ട് മാലിന്യം വിടുന്ന ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടുള്ള ആൾക്കാരാണ്. അവരെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവരെ മാറ്റി നിർത്തി നമുക്ക് നദികളെ നന്നാക്കിയെടുക്കാൻ കഴിയില്ല എന്നുള്ള രൂപത്തിലുള്ള വളരെ കൃത്യമായ രീതിയിലുള്ള ഒരു പ്രചരണം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഗംഗാ മാതാവിനെ സംബന്ധിച്ചും നർമ്മദാ നദിയെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്ന അവസരത്തിൽ അതിൻ്റെ മുകളിലൊക്കെ തന്നെ ഉണ്ടാകുന്ന ഈ നർമ്മദാ ബച്ചാവോ ആന്തോളനെക്കുറിച്ച് ആർക്കും ഇവിടെ അഭിപ്രായമില്ല. അതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. മേധാ പട്കറുടെ സംഘടനയെ അവർ തീരെ പരിഗണിക്കുന്നില്ല. അതിൻ്റെ അതേ അവസരത്തിൽ അങ്ങേ ഭാഗത്ത് കരിമ്പ് കൃഷിക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ട്. ഇങ്ങേ ഭാഗത്ത് നർമ്മദാ മാതാവിനെ പൂജിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ഈ വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമായ പാരിസ്ഥിതിക ഇടപെടലുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ മുകുൾ ശർമ്മയുടെ ദ ഗ്രീൻ ആൻഡ് ദ സാഫ്രൺ എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെയുണ്ട്. അതിനകത്ത് അത് വിശദീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, ഗംഗാ മാതാവ്, ഹിമാലയൻ ദേവഭൂമി, പ്രകൃതിയുടെ പൗരാണികത, ഇന്ത്യയുടെ പാരമ്പര്യം,
ഇതെല്ലാം ചേർത്തുകൊണ്ടാണ് ഒരു പുതിയ രൂപത്തിലുള്ള സാംസ്കാരിക ദേശീയത രൂപപ്പെട്ടു വരുന്നത്. ഇങ്ങനെയുള്ള, അപ്പോൾ ഞാൻ പറയുന്നത് പല സ്ട്രീമുകളിലായിട്ട് ഈ ബന്ധം നമുക്ക് പരിസ്ഥിതിയും അതേപോലെ തന്നെ സർഗാത്മകതയും തമ്മിലുണ്ടാകുന്ന ആ ബന്ധത്തെ കുറച്ചുകൂടി രാഷ്ട്രീയമായിട്ട് വിശകലനം ചെയ്യുന്ന അവസരത്തിൽ, ഒരു പൊളിറ്റിക്കൽ ഇക്കോണമി പെർസ്പെക്റ്റീവിൽ നമ്മൾ പരിശോധിക്കാൻ ശ്രമിക്കുന്ന അവസരത്തിൽ പല സ്ട്രീമുകളായി നിന്നുകൊണ്ടുള്ള ഈ പ്രവർത്തനങ്ങൾ, അതിൽ പലതരത്തിലുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതറിഞ്ഞോ അറിയാതെയോ നമ്മളെയൊക്കെ തന്നെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പരിസ്ഥിതിയെ മതത്തിൻ്റെ പേരിൽ സംരക്ഷിക്കാനുള്ള നീക്കം അപകടകരമാണ് എന്നുള്ളത് ഉറപ്പിച്ച് പറയേണ്ടുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തേത്. പാരിസ്ഥിതികമായിട്ടുള്ളത് എന്തും മതേതരമായിരിക്കണം, ജനാധിപത്യപരമായിരിക്കണം. അതുകൊണ്ട് അത്തരം പാരിസ്ഥിതിക പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള സർഗാത്മക രചനകളാണ് നമുക്ക് നടക്കേണ്ടത്. പാരിസ്ഥിതിക പാഠങ്ങളാണ് നമുക്ക് ഉൾക്കൊള്ളുന്നത്. അതിൽ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയമുണ്ട്. ആ തരത്തിലുള്ള സർഗാത്മക രചനകളാണ് ഉണ്ടാകേണ്ടുന്നത്. വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, അവിടെ മനുഷ്യനും തമ്മിലുണ്ടാകുന്ന ബന്ധം, മനുഷ്യനും പ്രകൃതിയും തമ്മിലുണ്ടാകുന്ന ബന്ധത്തെ ഒരിക്കലും ഒരു വിരുദ്ധമല്ല, വൈരുദ്ധ്യമാണ് അവിടെ ആ ഒരു ഡയലക്റ്റിക്കലായിട്ടാണ് നിലനിൽക്കുന്നത്. ആ ഡയലക്റ്റിക്കൽ റിലേഷൻസിൽ നിന്നാണ് പുതിയ രൂപത്തിലുള്ള പ്രകൃതി സർഗാത്മക ബന്ധങ്ങൾ രൂപപ്പെട്ടു വരേണ്ടതാണ് എന്നുള്ള ഒരു എളിയ നിഗമനം നിങ്ങളുടെ എല്ലാം പരിഗണനയ്ക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഈ വലിയ ഒരു വേദിയിൽ ഇത്തരം ഒരു അവസരം തന്നതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സംഗീത ടീച്ചർ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ രവീന്ദ്രനാഥ് മാഷ്, പി രാമേന്ദ്ര മാഷ്, ടി കുഞ്ഞിക്കണ്ണ മാഷ്, സദസ്സിലുള്ള എല്ലാവർക്കും നമസ്കാരം. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഒരു മലയാളം അധ്യാപകൻ കൂടിയായിട്ടുള്ള രാമേന്ദ്ര മാഷ് ഭാഷയുടെയും കവിതയുടെയും ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഈ വിഷയത്തെ സമീപിച്ചു. അതേപോലെ തന്നെ കുഞ്ഞിക്കണ്ണ മാഷാണെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയത്തിൻ്റെയും സാമ്പത്തിക അടിത്തറയുടെയും അടിസ്ഥാനത്തിൽ സമീപിച്ചു. ഞാൻ എങ്ങനെയാണ് ഇതിനെ സമീപിക്കേണ്ടതെന്നുള്ളത് സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാനെന്ന വ്യക്തി തന്നെ ആ ഒരു വൈരുദ്ധ്യം ഉണ്ടെന്ന് ഞാൻ ആലോചിക്കായിരുന്നു. കാരണം ഞാൻ പഠിച്ചതും പഠിപ്പിക്കുന്നതും കെമിസ്ട്രിയാണ് ഒരു പക്ഷേ പരിസ്ഥിതിക്ക് ഏറ്റവും ദോഷം ചെയ്തിട്ടുള്ള, അതേസമയം തന്നെ മനുഷ്യർക്ക് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുള്ളൊരു നേരിട്ട് മനുഷ്യരുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു ശാസ്ത്രശാഖ. കാരണം മെറ്റീരിയൽ സയൻസ് എന്ന് പറയുന്ന ഒരു ശാഖ ഇല്ലായിരുന്നെങ്കിൽ നമ്മളിന്ന് അനുഭവിക്കുന്ന പല സൗകര്യങ്ങളും ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ അതേസമയം തന്നെ അതിൻ്റെ ഉപോൽപ്പന്നമായിട്ട് അത് പ്രകൃതിക്ക് ഉണ്ടാക്കുന്ന വലിയ തോതിലുള്ള കേടുപാടുകളുണ്ട്. ഇനി അതിൻ്റെ മറ്റൊരു വശത്ത് ഞാൻ കവിത എഴുതുന്ന ഒരാളാണ്. വളരെ എന്താ പറയുക, ഒരു ചെറിയ കാട് പോലെയുള്ളൊരു ആവാസ വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത് തൊടികളിലും പാടത്തും ആയി അലഞ്ഞു തിരിഞ്ഞ് നടന്നു വളർന്നിട്ടുള്ള അതിൻ്റെ അനുഭവങ്ങൾ ഇപ്പോഴും എൻ്റെ എഴുത്തിനെ സ്വാധീനിക്കുന്ന ഒരാളും കൂടിയാണ്. അതേപോലെ തന്നെ എൻ്റെ ഒരു വായനയുടെ പരിസരവും പരിസ്ഥിതിയുമായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വൈരുദ്ധ്യങ്ങൾക്കിടയ്ക്ക് നിന്നുകൊണ്ട് ഇതിനെ ചരിത്രവൽക്കരിച്ച് സമീപിക്കാനും അതേസമയം തന്നെ കുറച്ച് സയൻറ്റിഫിക്കായ കാഴ്ചപ്പാടിൽ സമീപിക്കാനും ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ മലയാളത്തിലെ ഈ ഒരു വിഭാഗത്തിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട രചനകളെ എൻ്റെ കണ്ണിൽ പെട്ട ചിലതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയും കൂടി ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് സർഗാത്മകതയും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം എന്ന് ആലോചിക്കുമ്പോൾ എല്ലാ സർഗാത്മകതയും ഒരുപക്ഷെ ആരംഭിക്കുന്നത് പ്രകൃതിയിൽ നിന്ന് തന്നെയാണ്. ഏറ്റവും പുരാതനമായ മനുഷ്യൻ്റെ ആവിഷ്കാരങ്ങളായിട്ടുള്ള ഗുഹാചിത്രങ്ങളൊക്കെ എടുത്താൽ തന്നെ മൃഗങ്ങളുടെ ചിത്രണങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങളാണ് കാണാൻ പറ്റുക. അപ്പോൾ പ്രകൃതിയിൽ സംഭവിച്ച ചില കാര്യങ്ങളുടെ ചിത്രണം എന്നുള്ളതിൽ നിന്നാണ് മനുഷ്യൻ കല ആരംഭിക്കുന്നത് തന്നെ. പിന്നീടാണത് ഭാവനയിലേക്കും ഒക്കെ കടന്നു പോകുന്നത്. അതേപോലെ തന്നെ ശാസ്ത്രത്തിൻ്റെ ഉറവിടം ഈ പ്രകൃതിയുമായിട്ടുള്ള പ്രകൃതിയെ നിരീക്ഷിക്കുന്നതിലൂടെയും അതുമായിട്ടുള്ള സംഘർഷങ്ങളിൽ നിന്നുമാണ് സയൻസും ഉടലെടുക്കുന്നത്. അപ്പോൾ എല്ലാ സർഗാത്മകതയ്ക്കും പിന്നിൽ പ്രകൃതി ഉണ്ടെന്ന് കാണാൻ പറ്റും. അതിപ്പോൾ സാഹിത്യമായാലും ചിത്രകലയായാലും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കർണാടക സംഗീതത്തിലെ രാഗവിഭജനങ്ങളൊക്കെയും തന്നെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് പലപ്പോഴും പ്രകൃതിയിലെ ശബ്ദങ്ങളുമായിട്ടും താളങ്ങളുമായിട്ടും ഒക്കെയാണ്. അങ്ങനെ ചിത്രകലയെ പിന്നെ പറയേണ്ട ആവശ്യമില്ല. ചിത്രകല വളരെയധികം പ്രകൃതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കലാരൂപമാണ്. ഇങ്ങനെ വിഭിന്ന മേഖലകളെ സിനിമയും ഞാൻ ഇതിലൊന്ന് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം സിനിമയും കൂടി പഠിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് അപ്പോൾ ഇങ്ങനെ വിഭിന്ന സാഹിത്യ രൂപങ്ങളെ, വിഭിന്നമായ മനുഷ്യാവിഷ്കാരങ്ങളെ പ്രകൃതി തുടക്കകാലം തൊട്ട് തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്.
ഇനി എങ്ങനെയാണ് ഇത് സാഹിത്യത്തിലേക്ക് അല്ലെങ്കിൽ സാഹിത്യത്തിലെ പരിസ്ഥിതിയെ സംബന്ധിച്ചിട്ടുള്ള വിചാരങ്ങൾ എപ്പോൾ തൊട്ട് ആരംഭിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ മലയാളത്തിൻ്റെ ഒരു കാവ്യ പാരമ്പര്യത്തിൽ നോക്കുകയാണെങ്കിൽ മണിപ്രവാള കാലത്തൊക്കെ തന്നെ പ്രകൃതി വർണ്ണന കൃതികളുടെ ഒരു ഭാഗമായിരുന്നു എന്നുള്ളത് കാണാം. പക്ഷേ ഈ പ്രകൃതി വർണ്ണന എന്നുള്ളത് ഒരു പ്രമേയത്തിനൊരു പരിസരം ഒരുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ നിന്നൊക്കെയാണ് തുടങ്ങുന്നത്. പിന്നീട് ഇത് സംബന്ധിച്ച് വലിയ തർക്കം നടക്കുന്നുണ്ട്. ഇത് ആവശ്യമുണ്ടോ, വർണ്ണനയുടെ ആവശ്യമുണ്ടോ? ഇപ്പോൾ പ്രാസവാദമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ സമയത്ത് നടന്ന തർക്കങ്ങളിലൊക്കെ തന്നെ ഈ വർണ്ണനകൾ ആവശ്യമുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച്, വർണ്ണന കൊണ്ട് കവിതയെ സ്ഥൂലമാക്കേണ്ടതുണ്ടോ അതോ നേരിട്ട് പ്രമേയം അവതരിപ്പിക്കുകയാണോ വേണ്ടത് എന്നുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ട്. പിന്നീട് അതിനെ കവിത കൈയൊഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഘട്ടമുണ്ട്. ഇനി പൊതുവേ തന്നെ നോക്കുകയാണെങ്കിൽ ആധുനികതയെ കൊണ്ടുവന്നത് ഫോസിൽ ഇന്ധനങ്ങളാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഫോസിൽ ഇന്ധനങ്ങളാണ് ആധുനികതയെ നിർമ്മിക്കുന്നത്. കാരണം ആവിയന്ത്രം പോലെയുള്ള വ്യവസായവൽക്കരണത്തിൻ്റെ ഫലമായിട്ടാണ് ആധുനികത, അതിൻ്റെ ഒരു സാംസ്കാരിക ഉൽപ്പന്നം എന്നുള്ള നിലയ്ക്കാണ് ആധുനികത ഉടലെടുക്കുന്നത്. അപ്പോൾ ആധുനികനായ മനുഷ്യനിൽ എപ്പോഴും ഈ ഒരു സംഘർഷം, ആധുനികനായ സാഹിത്യകാരനിൽ എപ്പോഴും ഈ ഒരു സംഘർഷം നിലനിന്നിരുന്നു. പ്രകൃതിയോട് സമരസപ്പെട്ട് ജീവിക്കേണ്ടത് ഒരു വശത്തും, അതേസമയം തന്നെ ഈ വികസനം കൊണ്ടുവരുന്ന മനുഷ്യൻ്റെ മുന്നേറ്റങ്ങൾ മറുവശത്ത് നിൽക്കുകയും ഇതിനിടയ്ക്ക് എവിടെയാണ് നിൽക്കേണ്ടത്, തൻ്റെ സ്ഥാനം എവിടെയാണെന്നുള്ളൊരു സംഘർഷം കാണാൻ പറ്റും. അത് ഇപ്പോൾ ഇടശ്ശേരി നേരത്തെ കുറ്റിപ്പുറം പാലം സൂചിപ്പിച്ച അതിൻ്റെ ഒപ്പം തന്നെ സൂചിപ്പിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു സംഘർഷം ഇടശ്ശേരിയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ പഴകിയ ചാലുകൾ മാറ്റുക പോലെയുള്ള കവിതകൾ ഇതിന് കുറ്റിപ്പുറം പാലം പറയുന്നതിൻ്റെ ഏകദേശം വിപരീതം എന്ന് പറയാവുന്ന തരത്തിൽ പുരോഗതിയെക്കുറിച്ചുള്ള ഒരു ആശയം ഇടശ്ശേരി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ കാലത്തെ മനുഷ്യൻ്റെ സംഘർഷമായിരുന്നു പ്രകൃതി, പ്രത്യേകിച്ച് ആധുനികതയുടെ അവസാന ഘട്ടങ്ങളിലേക്കൊക്കെ വരുന്ന സമയത്ത് എന്താണ് ഈ ആധുനികത, ഫോസിൽ ഇന്ധനങ്ങൾ നമ്മളെ കൊണ്ടെത്തിക്കുന്ന അവസ്ഥ എന്തായിരിക്കും എന്നുള്ള ഒരു ആലോചനയും ആശങ്കയും സാഹിത്യത്തിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുന്നുണ്ട്. 1980കളിലാണ് യഥാർത്ഥത്തിൽ ഇതൊരു പ്രത്യേക സാഹിത്യ ശാഖയായിട്ടൊക്കെ വേർതിരിഞ്ഞ് രൂപപ്പെട്ടു വരുന്നത്. 80കൾക്ക് മുമ്പ് തന്നെ നമുക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്, മലയാളത്തിൽ അത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ കുറ്റിപ്പുറം പാലം എഴുതപ്പെടുന്നത് 1953ലാണ്. അതേ സമയത്ത് തന്നെ കക്കാടിൻ്റെ കവിത വരുന്നുണ്ട് 1956ലാണെന്ന് ഞാൻ കരുതുന്നത്. കക്കാടിൻ്റെ പുഴയെക്കുറിച്ചുള്ള ഒരു പേര് എനിക്ക് കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, കവിത വരുന്നുണ്ട്. അതേപോലെ തന്നെ ബഷീറൊക്കെ എഴുതുന്നുണ്ട്. ഇപ്പോൾ സൈലന്റ് സ്പ്രിംഗ് ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ മലയാളത്തിൽ കവിത, പാരിസ്ഥിതിക രചന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എത്രത്തോളം അതിനെ സ്വാംശീകരിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് കൂടി എടുക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഇനി ഈ 1980കളിൽ ലോകവ്യാപകമായി തന്നെ ഇത്തരം ഒരു അവബോധം ശക്തിപ്പെടുന്നതിൽ ഉത്തരാധുനികമായ ഒരു സാമൂഹിക ബോധത്തിനും രാഷ്ട്രീയ ബോധത്തിനും വലിയ പങ്കുണ്ട്. കാരണം ആധുനികതയെക്കുറിച്ചുള്ള വിമർശനങ്ങൾ ഉണ്ടാകുകയും പരിസ്ഥിതി, അതേപോലെ തന്നെ പ്രാന്തവൽക്കരിക്കപ്പെട്ട മറ്റ് പ്രമേയങ്ങൾ എല്ലാം തന്നെ സാഹിത്യത്തിലേക്കൊക്കെ കടന്നു വരുന്നതും ഈ ഒരു ഉത്തരാധുനികതയുടെ ഭാഗമായി കൂടിയാണ്. ഉത്തരാധുനികത തീർച്ചയായിട്ടും ഒരു സാംസ്കാരിക പ്രതിഭാസം മാത്രമല്ല, അതിന് രാഷ്ട്രീയവും സാമ്പത്തികവുമായ വേരുകളുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. കാരണം ഈ ഫോസിൽ ഇന്ധനങ്ങളുടെ കാലം അവസാനിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മളതിൻ്റെ ഒരു വലിയ ഭീഷണിയിലാണ് നിൽക്കുന്നത്. എത്ര കാലം കൂടി നമുക്ക് ഈ ഊർജ്ജ സ്രോതസ്സുകളെ ഉപയോഗിക്കാൻ പറ്റും? പുതുക്കാവുന്ന ഊർജ്ജ സ്രോതസ്സുകൾ പുതിയതായി കണ്ടെത്തേണ്ടതിൻ്റെ ആവശ്യകത. അപ്പോൾ ആ ഘട്ടത്തിൽ നിന്ന് നമ്മൾ കുറേ കൂടി മുന്നോട്ട് പോന്നിട്ടുണ്ട്. ആശങ്കകൾ മൂർധന്യത്തിൽ നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഈ പാരിസ്ഥിതിക അവബോധം ശക്തിപ്പെട്ടു തുടങ്ങുന്ന കാലത്ത് ഈ ആശങ്കകൾ നിഴൽ വിരിച്ച് നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ സാഹിത്യത്തിലെ പാരിസ്ഥിതിക അവബോധം കൂടുതലായിട്ട് ശക്തി പ്രാപിക്കുന്നത്. ഇതിനെ 3 ഘട്ടങ്ങളായിട്ട് പൊതുവെ തിരിച്ചറിയുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഉണ്ടാകുന്നത് പരിസ്ഥിതി സംബന്ധമായ വിവരണങ്ങളെ കൃതികളിൽ തിരിച്ചറിയുക, അതിൽ നിലനിൽക്കുന്ന വിടവുകളെ അടയാളപ്പെടുത്തുക. അതായത് ചില പ്രദേശങ്ങൾ പരിഗണിക്കപ്പെടാതെ പോകുന്നത്, ചില പ്രത്യേക ഭൂപ്രകൃതികൾ പരിഗണിക്കപ്പെടാതെ പോകുന്നത്, അതേപോലെ തന്നെ ഏതാണ് കൂടുതൽ പരിഗണിക്കപ്പെടുന്നത് തുടങ്ങിയ ആലോചനകൾ അല്ലെങ്കിൽ പാരിസ്ഥിതികമായ കൃതികളെ വായിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങുന്നത് ഈ 1ാം ഘട്ടത്തിലാണ്. 2ാം ഘട്ടത്തിൽ കുറേയും കൂടി ഊർജിതമായ അവബോധം ഈ കാര്യത്തിൽ വരികയും ഇപ്പോൾ ഹെൻറി തോറോൻ്റെ വാൾഡൻ അഥവാ ഒരു കാനന ജീവിതം എന്ന് പറയുന്ന കൃതികളൊക്കെ ഉണ്ടാകുന്നതുമൊക്കെ ഈ 2ാം ഘട്ടത്തിലാണ്. വന്യതയിലാണ് ജീവൻ്റെ നിലനിൽപ്പ് എന്നുള്ളൊരു ആശയമൊക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 3ാം ഘട്ടത്തിൽ കുറേ കൂടി പോസ്റ്റ് മോഡേണിസത്തിൻ്റെ ഉത്തരാധുനികതയുടെ സ്വാധീനം കുറേ കൂടി ശക്തമാവുകയും ഡീപ്പ് എക്കോളജി പോലെയുള്ള എക്കോ ഫെമിനിസം പോലെയുള്ള ഒക്കെയുള്ള പുതിയ ശാഖകൾ ഉരുത്തിരിഞ്ഞ് വരികയും അത് ശക്തി പ്രാപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ
ഇങ്ങനെ പല ഘട്ടങ്ങളിലായി വേർതിരിച്ചുകൊണ്ട് ഈ ഒരു സാഹിത്യത്തിലെ സർഗാത്മകത വികാസം പ്രാപിക്കുന്നതിനെ കാണാമെന്ന് തോന്നും. ഇനി മലയാളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മലയാളത്തിൽ ആദ്യമേ തന്നെ ഇപ്പോൾ ഈ ചർച്ചകൾ ആഗോളതലത്തിൽ ആരംഭിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ഈ ഒരു അവബോധം ശക്തിപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുമാരനാശാൻ്റെ കവിതകളിലൊക്കെ തന്നെയും നമുക്ക് പ്രകൃതി വർണ്ണനകൾ കാണാം. പഴയ വർണ്ണനകളുടെ ഒരു തുടർച്ച എന്നുള്ള നിലയ്ക്ക് അടയാളപ്പെടുത്താൻ അതിനെ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. കാരണം അതിൽ നിന്നും വിട്ടുകൊണ്ട് പ്രകൃതിയെ വർണ്ണിക്കാൻ വേണ്ടി വർണ്ണിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് മനുഷ്യൻ്റെ ആത്മീയ ഭാവങ്ങളുമായിട്ട് മനുഷ്യൻ്റെ മാനസിക ഭാവങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് പ്രകൃതിയെ കാണാനുള്ള ശ്രമം കുമാരനാശാനിലൊക്കെ തന്നെ തുടങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ 2 മുതൽ 6 വരെയുള്ള ചിന്താവിഷ്ടയായ സീതയിലെ ശ്ലോകങ്ങൾ, പുളകങ്ങൾ കയത്തിൽ അമ്പലാൽ തെളിയിക്കും തമസാ സമീരനിൽ നിന്നൊക്കെ തുടങ്ങുന്ന ഭാഗം ഓർക്കുന്നുണ്ടാവും. അത് തുടങ്ങി 2-3 അതിന് തൊട്ട് മുമ്പുള്ള ശ്ലോകങ്ങളൊക്കെ തുടങ്ങുന്ന ഭാഗത്തൊക്കെ ഈ പരിസ്ഥിതിയുമായിട്ടുള്ള കുമാരനാശാൻ്റെ എല്ലാ കൃതികളിലും തന്നെ, ഇപ്പോൾ വീണപൂവ് നേരത്തെ മാഷ് സൂചിപ്പിക്കുകയുണ്ടായി, ആ ഘട്ടം തൊട്ട് തന്നെ പരിസ്ഥിതിയും മനുഷ്യനും തമ്മിലുള്ള ഇടപെടലിൻ്റെ ഒരു ചിത്രം വരുന്നുണ്ട്. പിന്നീട് കവിതയിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇടശ്ശേരിയുടെ കവിതകൾ ഈ പ്രകൃതിയുമായുള്ള സംഘർഷത്തെ കൂടി അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ബുദ്ധനും ഞാനും നരിയും പ്രകൃതിയുമായുള്ള സംഘർഷമാണ്, മനുഷ്യൻ്റെ ദാരിദ്ര്യവുമായുള്ള സംഘർഷമാണ്. അതേപോലെ തന്നെ കുറ്റിപ്പുറം പാലം വ്യക്തമായി തന്നെ പരിസ്ഥിതി എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കവിതയാണ്. കാശാവ് പൂത്തു അതേപോലെ എങ്ങോട്ടാണ് ഈ പുരോഗതി മനുഷ്യനെ നയിക്കുന്നത് എന്നുള്ളൊരു ആകുലത അതിൽ കാണാൻ പറ്റും. പക്ഷെ അതേസമയം തന്നെ പഴകിയ ചാലുകൾ മാറ്റുക പോലെയുള്ള കവിതകളും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇടശ്ശേരി എഴുതുന്നുണ്ട്. വൈലോപ്പിള്ളിയാണെങ്കിലും വൈലോപ്പിള്ളിയിൽ ഇപ്പോൾ ഞാൻ ഏറ്റവും ഓർത്തിരിക്കാറുള്ളൊരു കവിത കയ്പവല്ലരിയാണ്. ഉർവിയെ പുഷ്പിപ്പിക്കും കലപോൽ നമുക്കത്ര നിർവൃതികരം സർഗവ്യാപാരമുണ്ടോ മണ്ണിൽ എന്ന് സർഗാത്മകതയും മണ്ണിൽ പണിയെടുക്കുന്നതിനെ ബന്ധിപ്പിക്കുന്നുണ്ട് വൈലോപ്പിള്ളി. സ്കൂളിൽ പഠിച്ച കവിതയായതുകൊണ്ട് തന്നെ അത് ഇപ്പോഴും ശക്തമായിട്ട് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ സഹ്യൻ്റെ മകൻ, മനുഷ്യനെങ്ങനെയാണ് പ്രകൃതിയിലെ മനുഷ്യൻ്റെ ഇടപെടലുകൾ എങ്ങനെയാണ് ജീവജാലങ്ങളെ ബാധിക്കുന്നത് എന്നുള്ള ആലോചനകളൊക്കെ തന്നെ വൈലോപ്പിള്ളി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തുടർന്ന് വന്ന കവികളൊക്കെ തന്നെ ഇപ്പോൾ രാമേന്ദ്ര മാഷിൻ്റെ തന്നെ കവിതകൾ, ഞാൻ കുറേ കവിതകൾ ഇതിൽ ഈ ഒരു വിഷയം സൂചിപ്പിക്കാൻ വേണ്ടി കുറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പട്ടാമ്പിപ്പുഴ മണലിലും കാറ്റേ കടലയും ഇടശ്ശേരി പാലം മാമ്പഴക്കാലം പോലെയുള്ള കവിതകളൊക്കെ തന്നെ ഈ പാരിസ്ഥിത മറ്റൊരു ഘട്ടത്തിലാണ്. ഈ പറഞ്ഞ പോലെ 90കൾക്ക് ശേഷം ഉത്തരാധുനികതയും ഒക്കെ ശക്തി പ്രാപിച്ചു തുടങ്ങുന്ന ഘട്ടത്തിൽ സാമ്പത്തികമായി സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തെ പോലെയുള്ള ഒരു രചന നിർവഹിക്കുന്നത്. അതിനു മുമ്പ് 1980കളിൽ ഒരുപക്ഷെ സൈലൻറ്റ് വാലി സമരവുമായി ബന്ധപ്പെട്ടിട്ടാണ് മലയാള കവിതയിലെ പാരിസ്ഥിതിക അവബോധം ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിക്കാനുള്ള ഒരു കാരണമായിട്ടുള്ളത് സൈലൻറ്റ് വാലി സമരമാണെന്ന് ഞാൻ കരുതുന്നു. സുഗതകുമാരി ടീച്ചറുടെയൊക്കെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ള പലതരത്തിലുള്ള ഇടപെടലുകൾ, ONVയുടെയും സുഗതകുമാരി ടീച്ചറുടെയൊക്കെ കവിതകളൊക്കെ തന്നെ ഈ പരിസ്ഥിതി എന്നുള്ള ഒരു വിഷയത്തെ മുന്നോട്ട് കൊണ്ടുവന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായ വിചാരങ്ങളെ പരിസ്ഥിതിയുമായി ബന്ധപ്പെടുത്തി വെക്കുന്നതിൽ ആ കാലഘട്ടത്തിലെ കവിതകൾ വിജയിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം കൂടി ഇതിൻ്റെ ഒപ്പം നിർത്തി ആലോചിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നീട് ഇപ്പോൾ സ്ത്രീകളായ എഴുത്തുകാരിലേക്കൊക്കെ വരുന്ന സമയത്ത് VM ഗിരിജയും അനിതാ തമ്പിയും പോലെയുള്ള ആലപ്പുഴ വെള്ളം പോലെയുള്ള അനിതാ തമ്പിയുടെ കവിത, അതേപോലെ തന്നെ VM ഗിരിജയുടെ നിരവധി കവിതകൾ സൂചിപ്പിക്കാൻ പറ്റും. ജീവജലത്തിലുള്ള കവിതകൾ, ശൂർപ്പണഖ, കാട്, നിശബ്ദ ഹരിതവനം പോലെയുള്ള കവിതകളൊക്കെ തന്നെ ഈ ഒരു പാരിസ്ഥിതിക അവബോധത്തെ മുന്നോട്ട് വയ്ക്കുന്നതാണ്. ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. എൻ്റെ പരിമിതമായ വായനയ്ക്കകത്തുനിന്ന് ഞാൻ ഔപചാരികമായിട്ട് ഭാഷയോ സാഹിത്യമോ പഠിച്ചിട്ടില്ലാത്ത ഒരാളായിരുന്നു, ഇപ്പോൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ഒരു സമഗ്രമായി വീക്ഷിക്കാനുള്ള ഒരു ഇത് എനിക്കില്ല. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ചില കാര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇനി കഥയിലേക്കും നോവലിലേക്കും ഒക്കെ വന്നു കഴിഞ്ഞാലും നമുക്കിത് കാണാൻ പറ്റും. ഗദ്യത്തിലൊരു പക്ഷേ ബഷീറായിരിക്കും ഏറ്റവും ആദ്യഘട്ടത്തിൽ തന്നെ പാരിസ്ഥിതിക അവബോധം ഗദ്യ സാഹിത്യത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഭൂമിയുടെ അവകാശികളും എൻ്റെ ഉപ്പുപ്പാക്കൊരു ആനയുണ്ടായിരുന്നു, എത്ര മനോഹരമായിട്ടാണ് എൻ്റെ ഉപ്പയ്ക്കൊരു ആനയുണ്ടായിരുന്നു എന്നുള്ള സിനിമയിലൊക്കെ, സിനിമ എന്ന് പറയുന്ന നോവലിലൊക്കെ പരിസ്ഥിതിയും മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യത്തെ അവതരിപ്പിക്കുന്നത് എന്ന് ഓർക്കുക. അതേപോലെ തന്നെ കഥകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അശോകൻ ചെരുവിലിൻ്റെ മണ്ണുവേവുന്ന മണം, കാട്ടൂർ കടവ് നോവൽ പുതിയത്, അഷ്ടമൂർത്തിയുടെ കൊറ്റിക്കൽ കാപ്പ് പോലെയുള്ള കഥകൾ, ഐമനം ജോണിൻ്റെ പല കഥകൾ, വെള്ളത്തിൽ മനുഷ്യൻ പോലെയുള്ള കഥകൾ, KV മോഹൻകുമാറിൻ്റെ ചില കഥകൾ, മായൻതുരുത്ത്, മൂരി, കണ്ണ്, ജലരാശി, സന്തോഷ് കുമാറിൻ്റെ ദിനോസറിൻ്റെ മുട്ട,
ഗാലപ്പഗോസ് പോലെയുള്ള കഥകൾ, എസ് ഹരീഷിൻ്റെ രണ്ടാം അയൻദ്വീപ് യുദ്ധം, മിഷ എന്ന കടുവക്കുട്ടി, ഇതൊക്കെ എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചതാണ് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത സമയത്ത്. അതിൻ്റെ അപ്പുറത്തേക്ക് എന്താ പറയുക, ഒരു ആധികാരികമായതായിട്ടൊന്നും ഇതിനെ കണക്കാക്കേണ്ടതില്ല. അതിൽ ധാരാളം വിടവുകൾ ഉണ്ടാവും. നോവലിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പാരിസ്ഥിതിക അവബോധം വളരെയധികം ശക്തി പ്രാപിക്കുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ പ്രത്യേകിച്ച് എക്കോ ഫെമിനിസം പോലെയുള്ള എന്താ പറയുക, ഏറ്റവും മൂന്നാം ഘട്ടത്തിൽ നിൽക്കുന്ന സാഹിത്യ രൂപങ്ങൾക്ക് വരെ മലയാളത്തിൽ തുടർച്ചകൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ സാറാ ജോസഫിൻ്റെ നോവലുകൾ, അലാഹയുടെ പെൺമക്കളൊക്കെ അതിൻ്റെ ഒരു തുടക്കമാണ്. ശരിക്കും എക്കോ ഫെമിനിസ്റ്റ് വ്യൂ പോയിന്റിൽ നിന്ന് തന്നെ മുഴുവനായും എഴുതപ്പെട്ടിട്ടുള്ളൊരു നോവലാണ് ആളോഹരി ആനന്ദത്തിൽ കറിവേപ്പില പൊട്ടിച്ചതിൻ്റെ മണം അനുഭവിക്കുന്ന, ശരിക്കും നമുക്ക് അനുഭവിക്കാൻ പറ്റും അത് വായിക്കുന്ന സമയത്ത്. അത്രത്തോളം പരിസ്ഥിതിയുമായി ചേർന്ന് നിൽക്കുന്ന രചനകൾ സാർ ടീച്ചർ നിർവഹിച്ചിട്ടുണ്ട്. ബുധിനിയിൽ ഇപ്പോൾ ഈ പോസ്റ്റ് മോഡേണിസത്തിൻ്റെ ഒരു എന്താ പറയുക വിഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഫെമിനിസം. അതേപോലെ തന്നെ ദളിത്, മറ്റ് പാർശ്വവൽക്കൃത വിഭാഗങ്ങളുടെ എഴുത്തുകൾ, ഇത് രണ്ടും കൂടി കടന്നു വരുന്ന ഒരു രചനയാണ് ബുധിനിയിൽ അടിച്ചമർത്തപ്പെടുന്ന പരിസ്ഥിതി കാരണം, വികസനം കാരണം പരിസ്ഥിതി നശിക്കുകയും സ്വന്തം അസ്തിത്വം തന്നെ അപകടത്തിലാവുകയും ചെയ്യുന്ന മനുഷ്യരുടെ ജീവിതമാണ് ബുധിനിയിൽ കടന്നു വരുന്നത്. ഇങ്ങനെ നോവലിലും കാണാൻ പറ്റും. അതേപോലെ തന്നെ എസ് ഹരീഷിൻ്റെ മീശയിൽ എങ്ങനെയാണ് കുട്ടനാടൻ പരിസ്ഥിതി ഒരു പ്രത്യേക എക്കോസിസ്റ്റം ആണല്ലോ അത്, നമുക്ക് പരിചയമില്ലാത്ത തികച്ചും വിഭിന്നമായൊരു ജലരാശിയാണത്. അതിലുള്ള പലതരത്തിലുള്ള മീനുകൾ, പലതരം സസ്യങ്ങൾ, ഞാൻ വളരെ രസിച്ച് വായിച്ചൊരു പുസ്തകമായിരുന്നു. കാരണം പുതിയ ഒരുപാട് പക്ഷികളെ പറ്റി, പുതിയ ഒരുപാട് മീനുകളെ പറ്റി, പുതിയ ഒരുപാട് സസ്യങ്ങളെ പറ്റി മനസ്സിലാക്കാൻ അത് സഹായിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ലന്തൻ ബത്തേരിയിലെ ലുത്തീനികളൊക്കെ തന്നെ ഒരു പാരിസ്ഥിതിക കാഴ്ചപ്പാടിൽ നിന്നിട്ട് വായിക്കാൻ തോന്നുന്നു. ഏറ്റവും അവസാനം ഇപ്പോൾ തോട്ടിച്ചമരി എന്ന് പറയുന്ന എസ് ഗിരീഷ് കുമാറിൻ്റെ നോവൽ അടക്കം ഇത്തരത്തിലുള്ള ആലോചനകളെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, ഇതിൽ ധാരാളം വിടവുകൾ ഉണ്ടാവും. എൻ്റെ ഓർമ്മയിൽ വരുന്ന ചിലത് ഞാൻ സൂചിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. ഇനി നിരൂപണത്തിലും ഇത് സംബന്ധിച്ച ഒരു ആലോചനകൾ അപൂർവമായിട്ടാണെങ്കിലും വന്നിട്ടുണ്ട്. ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യമായിട്ടൊക്കെ വരുന്നത് ഈ ഭാവുകത്വം 21-ാം നൂറ്റാണ്ടിൽ എന്ന് പറയുന്ന ജി മധുസൂദനൻ്റെ പുസ്തകത്തിലാണെന്ന് തോന്നുന്നു. ഈ പാരിസ്ഥിതിക ദർശനങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടൊരു സാഹിത്യത്തിനെ വിലയിരുത്തുന്നൊരു പ്രവണത ആദ്യം കാണുന്നത് അതിലാണെന്ന് തോന്നുന്നു. അത് ഈ 2000-ൻ്റെ തുടക്കത്തിലൊക്കെ എഴുതപ്പെട്ട പുസ്തകമാണെന്നാണ് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നൊരു പ്രധാനപ്പെട്ട പുസ്തകം അതാണ്. അതേപോലെ തന്നെ ടി ശ്രീവത്സൻ മാഷിൻ്റെ ഹരിതഭാഷാ വിചാരം എന്ന് പറയുന്ന പുസ്തകം, എസ് ഗിരീഷ് കുമാറിൻ്റെ പാരിസ്ഥിതിക മനഃശാസ്ത്രം എന്ന് പറയുന്ന പുസ്തകം, ഇതൊക്കെ ഈ പരിസ്ഥിതി എന്നുള്ള വിഷയത്തിൽ നിന്നുകൊണ്ട് സാഹിത്യത്തെ വിലയിരുത്താനുള്ള ശ്രമങ്ങളായിട്ടും കൂടി കാണാവുന്നതാണ്. കുഞ്ഞിക്കണ്ണ മാഷ് സൂചിപ്പിച്ചൊരു കാര്യം, ഇതിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ചരിത്രവൽക്കരിച്ചുകൊണ്ടല്ലാതെ പരിസ്ഥിതിയെ, സാഹിത്യത്തിനെ ഒന്നും കാണാൻ പറ്റില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നാറുള്ളതും. അതാണ് എൻ്റെ ഒരു രാഷ്ട്രീയ നിലപാടും. കാരണം എങ്ങനെയാണ് മനുഷ്യൻ പരിസ്ഥിതിയോട് മല്ലിട്ടുകൊണ്ട് മുന്നോട്ട് പോയത് എന്നുള്ളൊരു ചരിത്രമുണ്ട്. അപ്പോൾ ഇതിനെ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ പരിസ്ഥിതിയിലേക്ക് മടങ്ങിപ്പോകുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിലൊരു വലതുപക്ഷവാദമാണ്. എങ്ങനെയാണത് തിരിച്ചുപോക്കിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത്, ഫാസിസം ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് മാഷ് വളരെ വിശദമായി സൂചിപ്പിച്ചു. ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു ഭാഗം അതായിരുന്നു. മാഷ് അത് വളരെ നന്നായി തന്നെ സംസാരിച്ചിട്ടുള്ളത് കൊണ്ട് കൂടുതൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഇതൊരു പരിസ്ഥിതിയുടെ വീണ്ടെടുപ്പ് എന്നുള്ളതിൽ ഒരു വലതുപക്ഷ ആശയം കൂടി മറിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ അത് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത് പലപ്പോഴും മലയാളത്തിലെ സാഹിത്യത്തിൻ്റെ ഒരു പരിമിതിയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. കാരണം കേവലമായ വൈകാരികതയ്ക്ക് അപ്പുറത്തേക്ക് ഇതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങളെ കൂടി ഉൾക്കൊള്ളാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള സംശയം കൂടി ഈ കൂട്ടത്തിൽ ഉന്നയിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. വളരെ വൈകാരികമായ പ്രതികരണങ്ങൾ ഇപ്പോൾ കേരളയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അടക്കമുണ്ടായിട്ടുണ്ട്. കേരളയിൽ വേണോ വേണ്ടേ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അത് സംബന്ധിച്ച വിശദമായ പഠനങ്ങൾ നടക്കേണ്ടതും ശാസ്ത്രീയമായി തന്നെ പഠിക്കപ്പെടേണ്ടതുമാണ്. മറ്റൊന്ന്, സയൻസുമായിട്ട് ബന്ധപ്പെടുത്തി പരിസ്ഥിതിയെ കാണാനുള്ള ശ്രമങ്ങൾ മലയാളത്തിൽ പരിഷത്ത് പുറത്തിറക്കിയ വളരെ നോൺ ഫിക്ഷൻ പുസ്തകങ്ങളുണ്ട്. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സാഹിത്യത്തിൽ അത്തരത്തിലുള്ള സയൻറ്റിഫിക്കായ ആറ്റിറ്റ്യൂഡ് കൂടി വരുന്ന തരത്തിലുള്ള പുസ്തകങ്ങൾ കുറവാണെന്നാണ് എൻ്റെ ഒരു പരിമിത വായനയുടെ വൃത്തത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ സയൻസ് ഫിക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് പരിസ്ഥിതി കടന്നു വരുന്നത് മലയാളത്തിൽ ഉണ്ടായിട്ടേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഒരു ശ്രമം സിനിമയിലാണ് ഇപ്പോൾ അടുത്ത കാലത്ത് കണ്ടത്. ആവാസവ്യൂഹം എന്ന് പറയുന്ന കൃഷാന്ത് സംവിധാനം ചെയ്ത
പടം ഒരുപക്ഷെ അത് എല്ലാവരും കാണേണ്ട വളരെ പ്രധാനപ്പെട്ട പരിസ്ഥിതി സംബന്ധമായ ഒരു സിനിമയാണെന്ന് തോന്നുന്നു. അത് വളരെ വേറിട്ടൊരു ശ്രമമാണ്. ഒരേ സമയം തന്നെ പുതിയ കാലത്തിൻ്റെ എല്ലാതരം സാങ്കേതികതകളെയും ഉപയോഗിക്കുകയും അതേസമയം തന്നെ എങ്ങനെയാണ് കേരളത്തിലെ പരിസ്ഥിതി, പ്രത്യേകിച്ച് തീരദേശ പരിസ്ഥിതി നേരിടുന്ന പ്രശ്നങ്ങളെ പലതരം ഫോർമാറ്റുകൾ ഉപയോഗിച്ച് അവതരിപ്പിക്കുന്ന ഒരു സിനിമയാണ്. മറ്റ് ഭാഷകളിൽ ധാരാളം ഇത്തരത്തിലുള്ള സിനിമകളുണ്ട്. ഇപ്പോൾ സയൻസ് ഫിക്ഷനിൽ തന്നെ പരിസ്ഥിതി വരുന്ന സിനിമകൾ, ഇപ്പോൾ കഴിഞ്ഞ IFFK ഉണ്ടായിരുന്ന പുംസി എന്ന് പറയുന്ന സിനിമ, അതേപോലെ തന്നെ ഓക്ജ എന്ന് പറയുന്ന സിനിമ, ധാരാളം ഇത്തരത്തിലുള്ള സിനിമകൾ വരുന്നുണ്ട്. മലയാളത്തിൽ അത്തരം സാഹിത്യവും സിനിമയിലാണ് ഇപ്പോൾ ആവാസവ്യൂഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻസ് എങ്ങനെയാണ് പ്രകൃതിയിലേക്ക് തിരിച്ചു പോകുന്നത്, മടക്കം എന്നുള്ള അർത്ഥത്തിൽ വരുന്ന സിനിമകളാണ്. ഇപ്പോൾ വേറെ ഇത്തവണ തന്നെ IFFK ടൈഗർ സ്ട്രൈപ്സ് എന്ന് പറയുന്നൊരു സിനിമ ഉണ്ടായിരുന്നു, കടുവയായി മാറുന്ന പെൺകുട്ടി, അത് അവളെ എങ്ങനെ എംപവർ ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പോൾ സയൻസിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വൈകാരികതകൾക്ക് അപ്പുറത്തേക്ക് ചരിത്രവൽക്കരിച്ചുകൊണ്ട് പരിസ്ഥിതിയെ സമീപിക്കുന്ന ഒരു സമീപന രീതി രൂപപ്പെടേണ്ടത് മലയാളത്തിൽ അത്യാവശ്യമാണെന്ന് ഞാൻ കരുതുന്നു. പ്രകൃതിയുടെ ചാക്രികത എന്ന് പറയുന്നതിനെ നമ്മൾ ആഘോഷിക്കുമ്പോൾ തന്നെ അത് ചരിത്രത്തിൻ്റെ ആഘോഷിക്കല്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ചാക്രികത എന്നുള്ളത് ചരിത്രത്തിലേക്കുള്ള തിരിച്ചുപോക്കും ചില ഫ്യൂഡൽ ഗൃഹാതുരത്വങ്ങളിലേക്കുള്ള തിരിച്ചുപോക്കും ആയി മാറാതെ കൂടി സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. പലപ്പോഴും ആ ഒരു പരിമിതി നമ്മുടെ കവിതയ്ക്കായാലും പ്രത്യേകിച്ച് മലയാള കവിതയ്ക്ക് അനുഭവപ്പെടാറുണ്ട് എന്നുള്ള ഒരു വിമർശനം കൂടി ഞാൻ ഏതെങ്കിലും പേരെടുത്ത് പറഞ്ഞിട്ടോ ഏതെങ്കിലും കവിത പറഞ്ഞിട്ടോ അല്ല സൂചിപ്പിക്കുന്നത്. പക്ഷെ സയൻസിൻ്റെ സ്ട്രീമിൽ നിന്നുകൊണ്ട് കവിതയെ നോക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് അത്തരമൊരു വിമർശനം കൂടി സാധ്യമാണ് എന്ന് തോന്നുന്നു. ഒരു പക്ഷേ ഗദ്യത്തിൽ അത് അത്രത്തോളം തന്നെ ആ ഗൃഹാതുരത്വം പ്രവർത്തിക്കാറില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് പ്രാഥമികമായിട്ട് പറയാനുള്ളത്. ഇവിടെ വരാനും സംസാരിക്കാനും പറ്റിയതിൽ സന്തോഷമുണ്ട്. നന്ദി. ഈ 3 അവതരണങ്ങൾക്ക് ശേഷം രാമേന്ദ്ര മാഷക്ക് ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ടെന്ന് പറയുന്നു. 5 മിനിറ്റ് മാഷ്. താങ്ക് യു. ഞാൻ തുടക്കത്തിൽ എൻ്റെ ഒരു കവിതയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് എൻ്റെ മനസ്സിൽ തോന്നിയ ചില വികാരങ്ങളാണ് ഞാൻ പ്രകടിപ്പിച്ചത്. അപ്പം കുഞ്ഞിക്കണ്ണൻ മാഷ്ട പ്രഭാഷണം കേട്ടപ്പോഴാണ് ചില കാര്യങ്ങൾ കൂടി പറയാമായിരുന്നല്ലോ, വിട്ടുപോയല്ലോ എന്ന് തോന്നിയത്. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, ഈ സർഗാത്മകത എന്ന് പറയുന്നത് ഇപ്പം പരിസ്ഥിതി പാഠം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സർഗാത്മകതയാണ് മാഷ് നിർദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു ശാസ്ത്രീയമായും പൊളിറ്റിക്കലി കറക്റ്റായിട്ടുമൊക്കെ സർഗാത്മകത നിന്നുകൊള്ളണമെന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. കാരണം നമ്മുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഈ ലോകത്ത് ഇപ്പോൾ ഗ്രീക്ക് സംസ്കാരത്തിലെ കൃതികളോ അതിലോ എല്ലാം എടുത്ത് നോക്കൂ. പ്രകൃതിയിലെ പർവ്വതങ്ങളും നദികളും ഒക്കെ ചിലപ്പോൾ ദൈവങ്ങളായിട്ടും ചിലപ്പോൾ മനുഷ്യന്മാരായിട്ടും ഒക്കെ മാറി മാറി വന്നിട്ട്, വൃക്ഷങ്ങൾ, നാഗങ്ങൾ. അപ്പം പ്രകൃതിയെ ആരാധിച്ചുകൊണ്ടും അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഒരു ഭാഗമായിട്ടും ഉള്ള അങ്ങനെ ഒരു കാഴ്ചപ്പാട് ലോകത്തിലെ എല്ലാ സംസ്കാരത്തിലും ഉണ്ട്. അതിവിടെ മാത്രമൊന്നുമല്ല, ലാറ്റിൻ അമേരിക്കൻ ആയാലും പിന്നെ അവരുടെയൊക്കെ ആദി പുരാണ സംസ്കൃതി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രകൃതിയും മനുഷ്യനും ദൈവങ്ങളും എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു മുന്നണിയായിരുന്നു അത് എന്ന് കാണാൻ കഴിയും. അപ്പോൾ ഇത്തരം ഭാവനകളുണ്ട്. ഹിമവാൻ്റെ പുത്രിയാണ് പാർവതി എന്നൊക്കെ, അല്ലെങ്കിൽ ഭൂമിയുടെ പുത്രിയാണ് സീത എന്നൊക്കെ പറയുമ്പോൾ അതിനകത്തൊരു ഭാവനയുണ്ട്, വസ്തുതയൊന്നും അല്ല ശരി. അപ്പോൾ അങ്ങനെ മുഴുവൻ പൊളിറ്റിക്കലി കറക്റ്റായിട്ടും ശാസ്ത്രീയമായിട്ടും നമുക്ക് സർഗാത്മകതയെ സമീപിക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ രചന ഉണ്ടാവില്ല. ഇപ്പോൾ വൈലോപ്പിള്ളി മരിച്ചപ്പോൾ സച്ചിദാനന്ദ മാഷ് എഴുതിയ കവിത ഉണ്ടല്ലോ, ഇവനെ കൂടി സ്വീകരിക്കുക ഹേമന്തത്താൽ മെലിഞ്ഞ കുളിർനീരിൻ കൈകളാൽ നിളാനദി, ഇവനായി ഉയർത്തുക തുമ്പിക്കൈ, പഞ്ചാരിക്ക് ചെവിയാട്ടിടും ആലിഞ്ചോട്ടിലെ പൂരക്കാറ്റ്. ഇങ്ങനെയൊക്കെ എന്താ പറയുക, ഭാവന ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യവും സ്വാച്ഛന്ദ്യവും ഒക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകും എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന്, ഈ വികസനത്തെക്കുറിച്ചുള്ള മനുഷ്യകേന്ദ്രിതമായ ഒരു കാഴ്ചപ്പാടാണ് പലപ്പോഴും ഈ സംഘർഷം ഉണ്ടാക്കിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ആദ്യകാലത്ത് അങ്ങനെയായിരുന്നു. പിൽക്കാലത്ത് ഇപ്പം മാഷ് തന്നെ അത് പറഞ്ഞു, ഈ വിഭവങ്ങളും പ്രകൃതി വിഭവങ്ങളും മനുഷ്യാധ്വാനവും ചേർന്ന ഒരു വികസനമാണ് ഇതിൻ്റെ ഒരു ശരിയായ ശാസ്ത്രീയമായ ഒരു കാഴ്ചപ്പാടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്താ വെച്ചാൽ പിൽക്കാലത്ത് ഈ വികസനം എന്ന് പറയുന്നത് മനുഷ്യൻ മാത്രമാണ്, മനുഷ്യൻ്റെ സ്ഥിതി സമത്വം അങ്ങനെയുള്ള രീതിയിൽ കാണും. അപ്പോൾ കുറച്ചുകൂടി സമഗ്രമായിട്ടുള്ള
ജീവജാലങ്ങളെയും മറ്റ് ഇതിനെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഇതിൽ വരുമ്പോൾ കുറച്ചുകൂടി മുകളിൽ നിന്ന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒന്നും രണ്ട് എന്നുള്ള കേവലമായ ഒരു എന്താ പറയുക 2 ഡയമെൻഷനൽ ഇത് ശാസ്ത്രമല്ലാതെ ഗണിതമല്ലാതെ ഇമ്മിണി വലിയ ഒന്നാണ് എന്ന് കണ്ടെത്താനുള്ള ഒരു ഉയർച്ച കൂടി നമുക്കുണ്ടാവണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു സ്പിരിച്വൽ ഡയമെൻഷനെ തള്ളിക്കളയേണ്ട കാര്യമൊന്നുമില്ല. അത് സർഗാത്മകതയുടെ ഭാഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ മനുഷ്യകേന്ദ്രിതമായിട്ടുള്ള വികസനത്തെ. ഇപ്പോൾ ഞാൻ ഈയിടെ ഒരു പുസ്തകം വായിച്ചു, അമിതാവ് ഘോഷ് ഉണ്ട്. അതിൻ്റെ പേര് ദ ഗ്രേറ്റ് ഡിറേഞ്ച്മെൻറ്റ് എന്നാണ്. അതായത് ഈ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുന്ന സാഹിത്യ എന്താ പറയുക പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ളൊരു അല്ലെങ്കിൽ അതിൻ്റെ സ്വാധീനത്തെക്കുറിച്ചുള്ളൊരു പുസ്തകമാണത്. ഇപ്പോൾ നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ നാട്ടിൽ 2006 വലിയ സുനാമി ഉണ്ടായി, 2017 പ്രളയം ഉണ്ടായി, ഈ 19-20 കാലഘട്ടത്തിൽ വലിയ മഹാമാരി വന്നു. ഇങ്ങനെ പ്രകൃതി ഭംഗികൾ മാത്രമല്ല പ്രകൃതി ദുരന്തങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിന് അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നമ്മുടെ സർഗാത്മകതയിൽ സാഹിത്യത്തിലോ അല്ലെങ്കിൽ കലയിലോ ഉണ്ടായിട്ടുണ്ടോ എന്നൊന്നും ആലോചിച്ച് നോക്കും. സുനാമി ഒരു പ്രമേയമായിട്ടുള്ള ഒരു വലിയൊരു നോവലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രചന നമുക്ക് ഉണ്ടായിട്ടില്ല. അത് എപ്പോഴും പറയാറുണ്ട്, ഇത്രയും നീണ്ട കടലോരം ഉണ്ടായിട്ടുള്ള ഒരു കേരളത്തിലെ മലയാളത്തിലെ സമുദ്രം ഒരു പ്രധാന ഏറ്റവും ശക്തമായൊരു സാന്നിധ്യമായി വരുന്ന ഇപ്പോൾ ഓൾഡ് മാൻ ആൻഡ് സീ പോലെയുള്ള ഒരു വലിയൊരു വർക്ക് നമുക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു സത്യമാണ്. അപ്പോൾ അങ്ങനെയും കൂടെ നമുക്കിതിനെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ ഗ്രേറ്റ് ഡിറേഞ്ച്മെൻറ്റ് എന്നുള്ള പുസ്തകത്തിൽ നദികൾ ഗതിമാറി ഒഴുകുന്നതിൻ്റെയും ഒക്കെയുള്ള അതെങ്ങനെയാണ് മനുഷ്യനെ ബാധിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. എന്ന് മാത്രമല്ല ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഈ കേവലം പരിസ്ഥിതി പ്രവർത്തകരുടെ ഒരു പ്രൊട്ടസ്റ്റ് മാത്രമല്ല, അതെങ്ങനെയാണ് നമ്മുടെ സാഹിത്യത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്നുള്ളതിന് അമിതാവ് ഘോഷ് തന്നെ ഒരു ഉദാഹരണം. അദ്ദേഹത്തിൻ്റെ ഒരു കാവ്യം എഴുതിയിട്ടുണ്ട്, എനിക്ക് അതിൻ്റെ പേര് ഓർമ്മ വരുന്നില്ല. ഈ കൽക്കത്തയിലെ അതെ മംഗളാദി അതെ ആ ഒരു ഇതിവൃത്തം വെച്ചിട്ടൊരു പോയം, മനോഹരമായിട്ടൊരു പോയം ഞാൻ വായിക്കണ്ടായി. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് അദ്ദേഹം പറയുന്നത് ലോകത്ത് ഈ സയൻസ് ഫിക്ഷൻ ഒക്കെ ഉണ്ടാകുന്നത് പോലെ ക്ലൈമറ്റ് ഫിക്ഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ക്ലൈഫി എന്നാണ് പറയുന്നത്. സൈഫി എന്ന് പറഞ്ഞിട്ട് സയൻസ് ഫിക്ഷനെ നിൽക്കുന്ന പോലെ ക്ലൈഫി എന്ന പേരുള്ള ക്ലൈമറ്റ് ഫിക്ഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതിൽ വ്യക്തിയല്ല, നായക കഥാപാത്രങ്ങളല്ല ഉണ്ടാകുന്നത്, വ്യക്തികളുടെ കഥയല്ല, പരിസ്ഥിതിയിൽ ഭൂപ്രകൃതിയിലുണ്ടാകുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള ചേഞ്ചുകൾ, നദിയുടെ ഗതിമാറ്റം, പർവ്വതങ്ങളുടെ സ്ഥാനമാറ്റം, വലിയ വലിയ എന്താ പറയുക ദുരന്തങ്ങൾ, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് പഴയ കാലത്തെ പോലെ നായക കഥാപാത്രങ്ങൾ ഒരു വ്യക്തികൾ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഒരു കൂട്ടം മനുഷ്യരുടെ കഥകളൊക്കെ ആയിട്ട് ഒരു പക്ഷേ നമ്മുടെ ഫിക്ഷൻ മാറിയേക്കാം. അന്ന് അദ്ദേഹം ഈ അമ്പ പേരാറെ നീ മാറിപ്പോമോ എന്ന പോലെ കുറ്റിപ്പുറം പാലത്തിന് മുകളിൽ നിന്നുകൊണ്ട് എടശ്ശേരി ദീർഘദർശനം ചെയ്തതുപോലെ ഭാവിയിൽ വരാനിരിക്കുന്ന ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിൽ സാഹിത്യത്തെക്കുറിച്ച് അദ്ദേഹം ഒരു ദീർഘദർശനം ചെയ്യുന്ന ഒരു കൃതിയാണത് എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഈ മനുഷ്യകേന്ദ്രിതമല്ലാതെ ജീവജാലങ്ങളെയും എല്ലാം ചൂഷണം എന്ന് പറയുന്നത് മനുഷ്യകേന്ദ്രിതമല്ലാതെ കുറച്ചുകൂടി വിശാലമായിട്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു പേഴ്സ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് വേണം പാരിസ്ഥിതികമായിട്ടുള്ള വിവേകത്തെ മനസ്സിലാക്കേണ്ടതെന്നാണ് എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്. കുറച്ച് സമയമേ ഉള്ളൂ. 1-2 ചോദ്യങ്ങൾ വളരെ പെട്ടെന്ന് 3 പേരോടും ചോദിക്കുന്നു. പെട്ടെന്ന് 3 പേര്. മാഷിനോടാണ് ചോദിക്കുന്നത്. ഇപ്പോൾ എടശ്ശേരിയും അതുപോലെ മാർക്സും ഒക്കെ പഴയകാല പുരോഗമന വാദങ്ങളും ആശയങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ മാഷ് പറഞ്ഞതിൽ ഒരു വിഷയത്തിന് ചെറിയൊരു ചോദ്യമാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ തൊട്ടടുത്ത് കുതിരാൻ തുരങ്കമുണ്ട്. അത് മല തുരന്നിട്ടാണല്ലോ റോഡ് വന്നിട്ടുള്ളത്. അതിന് ഒരുപാട് ആളുകൾക്ക് ഗുണവശമുണ്ട്, ഒരുപാട് ആളുകൾ അതിൽ ഗുണഭോക്താക്കളാകുന്നുണ്ട്. തൊട്ടപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ പുഴക്കപ്പാടത്ത് ഒരു വ്യവസായശാല നിലനിൽക്കുന്നുണ്ട്. മലിന ഒഴുക്കുന്ന വ്യവസായശാലകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഓർമ്മിപ്പിച്ചാണ്. അതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് വളരെ ചുരുക്കം വ്യക്തികളാണ്. അപ്പോൾ അതുപോലെ തന്നെ പ്രകൃതിയെ 2 ഇവിടെ 2 തരത്തിലുള്ള ഗുണഭോക്താക്കൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും ഇല്ലാതാകുന്നത് പ്രകൃതിയാണ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. ആരെങ്കിലും ഒന്ന് ചുരുക്കി വരും കൂടി. മാഷിനോട് തന്നെയാണ് ചോദ്യം. നമ്മുടെ ഇന്ത്യയിലെ നദികൾ മലിനമാകുന്നതിനെ പറ്റി പറയുമ്പോൾ മാഷ് സൂചിപ്പിച്ചത് അറവുശാല മാലിന്യങ്ങളുണ്ട്. അപ്പോൾ വ്യവസായശാല മാലിന്യങ്ങൾ
ഉണ്ട് എന്നുള്ളതൊരു നിശബ്ദമാക്കി വെക്കപ്പെടുന്നു എന്നുള്ളതാണ്. 2014 ഇന്ത്യയുടെ ദേശീയ നദിയായിട്ടുള്ള ഗംഗയെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് നമാമി ഗംഗ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇപ്പോഴും അത് ഓൺഗോയിങ് ആണ്. CPCBയുടെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള 5 നദികളിൽ ഫസ്റ്റും സെക്കൻഡും സ്ഥാനം വന്നിട്ടുള്ളത് 1 ഗംഗയാണ്, 2 അതിൻ്റെ ട്രിബ്യൂട്ടറി തന്നെ ആയിട്ടുള്ള യമുനയാണ്. അപ്പോൾ ഈ ഗംഗയിലും യമുനയിലും ഒക്കെ അറവുശാല മാലിന്യങ്ങൾ അതുപോലെ വ്യവസായശാല മാലിന്യങ്ങളിലൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ പെടുത്താത്തൊരു കാര്യം ഞാനൊന്ന് ചോദിക്കുകയാണ്. മാഷത് വിട്ടുപോയതാണോ എന്നാണ് എൻ്റെ ചോദ്യം. കാശിയിലെ ഗംഗയിലൊക്കെ എപ്പോഴും പാതി വെന്ത മൃതശരീരങ്ങൾ ഇങ്ങനെ ഒഴുകി നടക്കുന്നുണ്ട്. മഷത്തിലേക്ക് വരികയാണ്. അപ്പോൾ ആ മൃതശരീരങ്ങളൊക്കെ ഒഴുകി നടക്കുന്നതിൽ ഗംഗ ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ളതിൽ കാണിക്കുന്ന ഒരു കാര്യം ഫീക്കൽ കോളിഫോം ബാക്ടീരിയാസ് ആണ് ഏറ്റവും കൂടുതൽ ഗംഗാ നദിയിൽ ഉള്ളതെന്നാണ്. ഈക്കോളി ബാക്ടീരിയ, അതായത് മനുഷ്യൻ്റെ മലമൂത്ര വിസർജനങ്ങളിൽ നിന്നുണ്ടാവുന്ന ബാക്ടീരിയയാണ്. അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ഈ ഒരു വശത്ത് നമാമി ഗംഗ എന്ന് പറയുന്ന ഒരു ആക്ഷൻ പ്ലാൻ നടക്കുന്നുണ്ട് വൃത്തിയാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി, ഓപ്പോസിറ്റ് സൈഡിൽ മതത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആചാരത്തിൻ്റെ പേരിൽ നടക്കുന്ന ഇത്തരം പ്രവർത്തികളിൽ ഒരു സ്റ്റോപ്പ് അല്ലെങ്കിൽ ഒരു പോസ് കൊടുക്കാൻ എന്തുകൊണ്ട് ഗവൺമെന്റിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ചോദ്യങ്ങളല്ല, ആത്മകഥങ്ങളാണ്. തൊഴിലാളിയുടെ അജൈവിക ശരീരമാണ് പരിസ്ഥിതി. അപ്പം ഇവിടെ തുടങ്ങുന്നു പ്രശ്നം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രകൃതിയെ അജൈവ ശരീരമായി നോക്കിക്കാണുന്നതിൽ വലിയ തെറ്റുണ്ട്. 2, മാർക്സ് അല്ലാതെ എത്രയോ പ്രതിവിധികൾ ഇവിടെ ചുറ്റിലുണ്ട്. അപ്പം ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ജാപ്പനീസിലും ചൈനീസിലൊക്കെ നിലനിന്നിരുന്ന പഴമൊഴികൾ, ഇപ്പം പ്രകൃതി വിഭവങ്ങൾ ഇപ്പോൾ നമ്മുടെ കൈകൾ എത്തിച്ചേരുന്നത് പരമ്പരാഗതമായി നമ്മുടെ പിതൃക്കളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതല്ല, വരാനിരിക്കുന്ന തലമുറയിൽ നിന്ന്, ജനിക്കാനിരിക്കുന്ന തലമുറയിൽ നിന്ന് നമ്മൾ പലിശ സഹിതം കടം കൊണ്ടതാണ് എന്ന മട്ടിലുള്ള എത്രയോ പൗരസ്ത്യ ദർശനങ്ങൾ ഇരിക്കെ നമുക്കെപ്പോഴും മാർക്സ് മാത്രമാണ് പ്രതിവിധി എന്നത് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ സംഗീതയോടാണ്. എത്രയോ ഇപ്പം പ്രകൃതി പരിസ്ഥിതി ഇത് 2 സമ്മർദ്ദങ്ങളായിട്ടാണോ ഈ ഒരു സെമിനാറിൽ ഈ ഒരു ചർച്ചയിൽ പരിഗണിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം നമ്മുടെ ഏതെങ്കിലും തരത്തിൽ പ്രകൃതി പരിസ്ഥിതി എല്ലാ കവികളും എല്ലാ എഴുത്തുകാരും ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും കൃഷിയിടം, ഇപ്പം പി കുഞ്ഞിരാമൻ നായരോ അല്ലെങ്കിൽ വയലോപ്പള്ളി തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ഒരു കാർഷിക സംസ്കൃതി അഡ്രസ്സ് ചെയ്ത കവിയാണ്. പക്ഷേ കുമാരനാശൻ ഒരിക്കലും അങ്ങനെയല്ല. കുമാരനാശൻ കാടാണ്. അപ്പം ഈ ഒരു കൃഷിയിടവും കാടും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു സൂക്ഷ്മതയെ ഈ ഒരു ചർച്ചയിൽ പരിഗണിക്കുമെന്ന് വിചാരിച്ചിരുന്നു. ഏതായാലും ഇത് ഒരു നമുക്കിവിടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് പോകാൻ പറ്റുന്നൊരു വിഷയമല്ലല്ലോ, ഇതെല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ തുടർന്ന് ഒരുപാട് വായിക്കുക, ഒരുപാട് ചർച്ച ചെയ്യുക. എന്തായാലും നമ്മളെ അവബോധം ഇനിയും കുറച്ചുകൂടി മെച്ചപ്പെടേണ്ടതായിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതിനുള്ള ഒരു എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ ചർച്ചയ്ക്ക് വേണ്ടി അവതരിപ്പിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഫൈനൽ വാക്കല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. രാമേന്ദ്രൻ മാഷ് പറഞ്ഞെടുത്ത് വെച്ച് തന്നെ ഞാൻ തുടങ്ങണമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഒരിക്കലും തന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് നമ്മുടെ സർഗാത്മക സാഹിത്യങ്ങൾ അതിനകത്തേക്ക് വരണമെന്ന്, കാരണം എനിക്ക് ആ മേഖലയെക്കുറിച്ച് വിശേഷിച്ച് യാതൊരു വിവരമില്ല. അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ എടുത്തു പറയാനുള്ള കാരണം. ഒരു കള്ളിക്കകത്തേക്ക് ഒരിക്കലും സർഗാത്മകത രചനകളെ കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ എൻ്റെ അവതരണത്തിൻ്റെ ഉത്തരവ് മാഷ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അമിതാഭ് ഘോഷിൻ്റെ ഒരു നിലപാടുണ്ടല്ലോ. കാരണം നമ്മൾ ഈ പരിസ്ഥിതിയെക്കുറിച്ച് പറയുമ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണാത്ത രീതിയിലുള്ള സംഗതികൾ പോകാൻ പാടില്ല. അങ്ങനെയുള്ള ചില അത്തരം പാഠങ്ങൾ പ്രകൃതിയിൽ നിന്ന് ഉൾക്കൊണ്ട് അതിനെ കൂടി അസിമുലേറ്റ് ചെയ്യുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ വരണം എന്ന് വെച്ച് ഒരാളൊരു ചിത്രം വരയ്ക്കുമ്പോഴോ കവിത എഴുതുമ്പോൾ നോവൽ എഴുതുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് അതിനകത്ത് കുടുങ്ങി നിൽക്കണമെന്ന് പറയാനുള്ള യാതൊരു അർഹതയും എനിക്കില്ല. കാരണം അത് എൻ്റെ മേഖലയല്ല, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുതെന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാം. 2, ഈ വികസന സങ്കല്പ കാര്യങ്ങളിൽ നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ഉദാഹരണങ്ങളായിട്ട് പറയാം. തുരങ്കത്തിൻ്റെ കാര്യം പറയാം, ഈ റോഡിൻ്റെ കാര്യം പറയാം, പലതും പറയാം. അപ്പോൾ ഞാൻ നേരത്തെ എൻ്റെ ഇതിൽ ഞാൻ ലളിതമായി പറയാൻ കാരണം, നമ്മൾ ജീവിക്കുന്ന ഒരു പരിസ്ഥിതിയുണ്ട്, ആ ഒരു ഇടമുണ്ട്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുണ്ട്. ഇവ തമ്മിൽ സംഘർഷം വരുന്നത് എപ്പോഴാണെന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇതെല്ലാം നമുക്ക് ഒഴിച്ചുകൂടാൻ കഴിയും. ചെറുത് വലുതായിരിക്കും, ചെറുതായിരിക്കും, ചെറുത് വലുതായിരിക്കും. ഇവ തമ്മിൽ സംഘർഷം വരുന്നത് ഒരു പ്രത്യേക താല്പര്യം സംരക്ഷിക്കുന്ന അവസരത്തിലാണ്. ഇരുകൂട്ടരുടെയും താല്പര്യം സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ സംഘർഷത്തിനുള്ള സാധ്യതയില്ല, കൂട്ടായ്മയ്ക്കുള്ള സാധ്യതയാണുള്ളത്. അപ്പോൾ ഒരു കൂട്ടരുടെ താല്പര്യം സംരക്ഷിക്കുകയും അത് മറ്റതിനെ അടക്കി ഭരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ എങ്ങനെയാണ് അത് പരിഹരിക്കേണ്ടത്, ജനാധിപത്യപരമായ രീതിയിൽ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നുള്ള ഒരു ഓൾട്ടർനേറ്റീവിനെ കുറിച്ചിട്ടുള്ള ചിന്തയാണ് നടക്കേണ്ടത് എന്ന് മാത്രമേ എനിക്കിപ്പം അതിനെപ്പറ്റി സൂചിപ്പിക്കാൻ കഴിയുള്ളൂ. വിശദമായിട്ട് നമുക്ക് പറയാം. കാശിയിലെ കാര്യങ്ങൾ ഞാനങ്ങനെ ഒരു അനക്ഡോട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഇൻസിഡൻറ്റ് എടുത്തിട്ട് പറയാനല്ല ഞാൻ ശ്രമിച്ചിട്ടുള്ളത്.
പൊതുവിൽ സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് നമ്മൾ മാതാവിനെ നമ്മൾ കാര്യമായിട്ട് അനുകൂലിക്കുന്നു, പക്ഷേ അത് സംരക്ഷിക്കാൻ വേണ്ടി നടക്കുന്ന സമരത്തെ അവഗണിക്കുന്നു. അതാണ് ആ വൈരുദ്ധ്യമാണ് നമ്മൾ എടുത്ത് പറയേണ്ടത്. ഒരു ഭാഗത്ത് അതിനെ ദൈവവൽക്കരിക്കുന്ന അല്ലെങ്കിൽ വലിയ രീതിയിൽ ഉദാത്തവൽക്കരിക്കുന്ന അവസരത്തിൽ മറുഭാഗത്ത് അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ആൾക്കാരുടെ അവരുടെ ഉപജീവനം സംരക്ഷിക്കാൻ വേണ്ടി നടക്കുന്ന സമരത്തെ അവഗണിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഉപജീവന സംരക്ഷണം എന്ന് പറയുന്നതാണ് പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പാലപാഠം എന്നുള്ള നിലയ്ക്ക് ഞാൻ ആദ്യമേ സൂചിക്കാനുള്ള കാര്യം. അതാണ് ഗംഗാ നവീകരണത്തെക്കുറിച്ച്. പിന്നെ മാർക്സ് മാത്രമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഞാൻ അതേ അവസരത്തിൽ പഴയ പഴഞ്ചൊല്ലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ടാകുന്ന പ്രകൃതി സംരക്ഷണത്തിൽ എനിക്ക് താല്പര്യമില്ല. അത് ഞാൻ വ്യക്തിപരമായിട്ട് തന്നെ പറയാം. അതല്ല പ്രകൃതി സംരക്ഷണം എന്ന് പറയുന്നത്. വളരെ ശാസ്ത്രീയമായിട്ടുള്ള നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ട്. അപ്പോഴേ നമുക്ക് പരിസ്ഥിതിയും പ്രകൃതിയുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട്. ടീച്ചർ, ഞാൻ ചെറിയൊരു കാര്യം സൂചിപ്പിക്കാൻ വിട്ടുപോയത്, പുതിയ ഒരു കൃത്രിമ പ്രകൃതി ഉണ്ടാകുന്ന ഒരു ഇത് വരുന്നുണ്ട്. ഇപ്പോൾ ദീപചേച്ചി സൂചിപ്പിച്ച കാര്യമായിട്ടും കൂടി ബന്ധപ്പെടുത്തി അതിനെ വായിക്കാൻ തോന്നുന്നു. ഇപ്പോൾ ഞാൻ എന്തുകൊണ്ട് പരിസ്ഥിതി എന്ന് ഉപയോഗിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ നേരത്തെ മാഷ് പറഞ്ഞ പോലെ സയൻസിൻ്റെ കാഴ്ചപ്പാട് നിന്നുകൊണ്ട് പരിസ്ഥിതിയെ കാണുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നിർവചനത്തിൽ നിർമ്മിത പരിസ്ഥിതിയും ഇപ്പോൾ കൃഷിയിടങ്ങളും അതിൻ്റെ ഭാഗമായി വരുന്നു എന്നുള്ളതുകൊണ്ട് കൂടിയായിരിക്കും ഞാൻ അതിനെക്കുറിച്ച് വേറിട്ട് ചിന്തിക്കാതിരുന്നുണ്ടാവും. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായൊരു നിർമ്മിത പരിസ്ഥിതിയെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അത് ഗെയിമുകളിലെ പരിസ്ഥിതിയാണ്. ഇപ്പോൾ എൻ്റെ മകനൊക്കെ സ്ഥിരമായിട്ട് കളിക്കുന്നൊരു ഗെയിമാണ് മൈൻക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഗെയിം. അതിലൊരു പൂന്തോട്ടം ഒക്കെ ഉണ്ടാക്കുന്ന ആക്ടിവിറ്റി ഉണ്ട്, പൂന്തോട്ടം കൃഷിയിടം ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ജൈവമായ നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിക്ക് അപ്പുറത്തേക്ക് ഒരു പുതിയ പ്രകൃതിയെ നിർമ്മിക്കുന്ന ഒരു പണി വീഡിയോ ഗെയിം അടക്കമുള്ള പുതിയ വിഷ്വൽ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. അതുകൂടി ഒരു പഠനത്തിൻ്റെ പരിധിയിലേക്ക് വരേണ്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നു. വരുന്ന കാലത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കമുള്ള പുതിയ ടൂൾസിൻ്റെ സഹായത്തോടു കൂടി കുറേ കൂടി അത് കൃത്രിമമായി നിർമ്മിക്കപ്പെടും. ഒരു പക്ഷേ എൻ്റെ അനുഭവമല്ല പരിസ്ഥിതിയെക്കുറിച്ച് എൻ്റെ മകനുള്ളത്. അപ്പോൾ അതിനെ ഒരു പക്ഷേ ഭാവിയിൽ നിർണ്ണയിക്കുക വീഡിയോ ഗെയിം അടക്കമുള്ള പുതിയ കാഴ്ചകളിലെ പ്രകൃതി കൂടി ആയിരിക്കും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഇത് സൂചിപ്പിക്കാതെ പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് സൂചിപ്പിക്കാമെന്ന് വിചാരിച്ചത്. ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അതായത് കുഞ്ഞിക്കണ്ണൻ സാറ് പറഞ്ഞതിനോടൊരു എക്സ്റ്റൻഷനാണ്. 3-ാം വോള്യത്തിലല്ല 1-ാം വോള്യത്തിൽ തന്നെ പരിസ്ഥിതിയെക്കുറിച്ച് മാർക്സ് വളരെ ഗംഭീരമായൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രൊഡക്ഷൻ്റെയും പിതാവ് തൊഴിലാളിയും മാതാവ് പ്രകൃതിയുമാണെന്ന് തന്നെയാണ് ആ വാചകം. ഫാദർ ഈസ് ദ പ്രോളിറ്റേറിയറ്റ് ആൻഡ് ദ മദർ ഈസ് ദ നേച്ചർ എന്ന്. യെസ്, അത് വളരെ ഗംഭീരമായിട്ട് ഒന്നുകൂടെ ആവർത്തിക്കേണ്ടതാണ്. പിന്നൊരു വിയോജനക്കുറിപ്പുള്ളത് ശ്രീ രാമേന്ദ്രൻ സാറിനോടാണ്. അങ്ങനെ സ്പിരിച്വലായിട്ടുള്ള ഒരു കൺസെപ്റ്റൊന്നും ഇല്ല. അത് നമ്മുടെ ഭൗതികമായ സമൂഹത്തിൽ ആരാണോ മേധാവിത്വം വഹിക്കുന്ന ആശയം ഉൽപ്പാദിപ്പിക്കുന്ന അവൻ്റെ ആശയങ്ങൾ നമ്മുടെ തലച്ചോറിലും കയറുന്നു. അല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. ഭൗതികമായ മേധാവിത്വം വഹിക്കുന്നവൻ ഭൗതികമായും നമ്മളെ മേധാവിത്വത്തിലേക്ക് എത്തിക്കും. ആ ബോധം നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്നതുകൊണ്ടാണ് എല്ലാ സർഗാത്മകതയും സ്പിരിച്വലും അങ്ങനെയൊന്നുമില്ല. മനുഷ്യൻ ഇനി പുരോഗമിക്കുമ്പോൾ സ്പിരിച്വൽ എന്നൊരു സാധനം തന്നെ ഉണ്ടാവില്ല. പലരും ചോദ്യം ചോദിക്കാനുണ്ട്, നിവൃത്തിയില്ലാത്തതുകൊണ്ട് കൃത്യം 1 മണിക്ക് അവസാനിപ്പിക്കണം എന്ന നിർദ്ദേശം വന്നിട്ടുണ്ട്. ഏതായാലും ചർച്ച തുടങ്ങിയിരിക്കുകയാണ്, ഇനി അത് തുടരുകയാണ്. വിവിധ വേദികളിൽ ഈ ചർച്ച നടക്കണം എന്നുള്ളതാണ് സാഹിത്യ അക്കാദമി ഇങ്ങനെ ഒരു ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ചർച്ചയിലൂടെ എല്ലാ വിഷയവും വ്യക്തമായി എന്നൊന്നും അർത്ഥമില്ല. ഇനിയും ഒരുപാട് ചർച്ചകൾ തുടർന്ന് നടക്കണം. ഇങ്ങനൊരു വിഷയം എന്തുകൊണ്ടാണ് ചർച്ചയ്ക്കെടുത്തത് എന്ന് ഏകദേശം 3 അവതരണങ്ങൾക്ക് ശേഷം മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ എൻ്റെ തുടക്കത്തിലൊന്ന് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. പ്രകൃതിയും അല്ലെങ്കിൽ പരിസ്ഥിതിയും സർഗാത്മകതയും എന്ന വിഷയം അധികം അങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഒരു വിഷയമാണ്. അവിടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്തെ ഒരു കാലഘട്ടത്തിൽ പ്രകൃതിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഭാവത്തെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സന്തുലനം. ആ സന്തുലനത്തിന് വേണ്ടി പ്രകൃതി ഉപയോഗിക്കുന്ന വൈവിധ്യം, ഇത് രണ്ടും സർഗശേഷിയുള്ളവർ സമൂഹമധ്യത്തിൽ എത്തിച്ച് സമൂഹത്തിൻ്റെ ഒരു ചിന്തയാക്കി മാറ്റണം. വൈവിധ്യമാണ് എന്തിൻ്റെയും അടിത്തറ എന്നും അതിലൂടെയാണ് ഈ പ്രകൃതി നിലനിൽക്കുന്നത് എന്നും ബോധ്യം വരുമ്പോൾ വൈവിധ്യത്തെ നിലനിർത്തലാണ് ശരി എന്നൊരു ചിന്ത സമൂഹത്തിലുണ്ടാകും. അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ തന്നെ പലപ്പോഴും പല തെറ്റുകളിലൂടെയും വൈവിധ്യം നഷ്ടപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട്.
അന്ന് സർഗശേഷിയുള്ളവർ തന്നെയാണ് അത് സമൂഹത്തിന് കാണിച്ചു തന്നിട്ടുള്ളത്. പിക്കാസോ ഗ്വർണിക്ക എന്ന ചിത്രം സമൂഹത്തിന് നൽകിയത് അപ്പോഴാണ്. വൈവിധ്യത്തെ നശിപ്പിക്കാൻ യുദ്ധം ഉപയോഗിച്ചപ്പോൾ വളരെ ജൈവമായ മനോഹരമായ പരസ്പര ബന്ധങ്ങളിലൂടെ കിടക്കുന്ന വിവിധ വസ്തുക്കളെ, വിവിധ ജീവികളെ നശിപ്പിച്ച് അതിനെയെല്ലാം ഒന്നാക്കി ഭീകരത മാത്രം നിലനിർത്തുന്ന ഒരവസ്ഥയിൽ ഇതല്ല ശരി, വൈവിധ്യമാണ് ശരി, വൈവിധ്യത്തിൻ്റെ സംസ്കാരത്തിലേക്ക് വരൂ, വൈവിധ്യം നിലനിർത്തുന്ന രാഷ്ട്രീയത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞ് ഗ്വർണിക്ക സമൂഹത്തിന് സംഭാവന ചെയ്തു. ഞാൻ പറയാതിരിക്കുകയാണ്, അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞു, കാപ്രി എന്ന ദ്വീപിൽ മാക്സിം ഗോർക്കി ഒരു തുരങ്കം നിർമ്മിക്കുന്നത് കണ്ടപ്പോൾ ഉണ്ടായ വേദന. അതുകൊണ്ട് പ്രകൃതിയുടെ അടിത്തറ സന്തുലനമാണ് എന്നും അത് നിലനിൽത്തുന്നത് ജൈവ അതുപോലെ അജൈവ അതുപോലെ പാരിസ്ഥിതിക മറ്റെല്ലാ വൈവിധ്യത്തിലൂടെയാണ് എന്നും പ്രത്യേകിച്ച് സാംസ്കാരിക വൈവിധ്യത്തിലൂടെയാണ് എന്നും ആ വൈവിധ്യത്തെ ഇല്ലാതാക്കിക്കൊണ്ട് എല്ലാം ഒന്നാക്കുവാൻ നടക്കുന്ന വലിയ ശ്രമങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ സർഗശേഷിയുള്ളവർ സർഗശേഷി ഉപയോഗിച്ചുകൊണ്ട്, തൻ്റെ സർഗപ്രതിഭ ഉപയോഗിച്ചുകൊണ്ട് പ്രകൃതിയുടെ യഥാർത്ഥ അടിസ്ഥാനത്തെ, അടിത്തറയെ തുറന്നു കാണിക്കണം. വൈവിധ്യത്തെ നിലനിർത്തണമെന്ന സങ്കല്പം സമൂഹത്തിൽ വന്നാൽ വൈവിധ്യമാർന്ന സർഗസങ്കല്പങ്ങളുണ്ടാവും, വൈവിധ്യമായ സർഗശേഷി ഉണ്ടാവും, വൈവിധ്യമാർന്ന സർഗ ഉൽപ്പന്നങ്ങളും ഉണ്ടാവും, വൈവിധ്യമാർന്ന കഥകളും കവിതകളും ചിത്രങ്ങളും എല്ലാം ഉണ്ടാവും. അതുകൊണ്ട് വൈവിധ്യത്തെ നിലനിർത്തിയാലേ വൈവിധ്യമാർന്ന സർഗോൽപ്പന്നങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ മാത്രമേ അത്തരം വൈവിധ്യമാർന്ന സംസ്കാരം ഉണ്ടാവുകയുള്ളൂ. അപ്പം അങ്ങനെ യഥാർത്ഥ സർഗശേഷി ഈ വൈവിധ്യത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നു എങ്കിലും ആ വൈവിധ്യമാണ് ഇതിനെ ഉണ്ടാക്കിയത് എന്ന ആശയം സമൂഹത്തിന് നൽകിക്കൊണ്ട് വൈവിധ്യത്തിൻ്റെ ഭംഗി എന്താണ്, വൈവിധ്യത്തിൻ്റെ സാധ്യത എന്താണ്, അനന്തമായ സാധ്യത എന്താണ് എന്ന് സമൂഹത്തെ പഠിപ്പിക്കുവാൻ സർഗശേഷിയുള്ളവർക്ക് കഴിയണം എന്ന ചിന്ത സമൂഹത്തിന് പകരുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വിഷയം ചർച്ചയ്ക്കെടുത്തത്. 3 തലത്തിൽ നിന്നുകൊണ്ട് 3 പേരും ഈ വിഷയത്തെ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു. ചുരുങ്ങി നിവൃത്തിയില്ലാത്തതുകൊണ്ട് നല്ല ചർച്ചകളും ഇവിടെ ഉണ്ടായി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ സെമിനാർ അവസാനിച്ചതായി അറിയിക്കുന്നു. നമസ്കാരം. പരിസ്ഥിതിയും സർഗാത്മകതയും എന്ന വിഷയത്തിലുള്ള സെമിനാർ സമാപിച്ചു.